وبركاته. بسم الله الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും പ്രകൃതിയാ തന്നെ മനുഷ്യനറിയാകുന്ന ഒരു കാര്യമാണ് അവനിവിടെ ജനിക്കാൻ കാരണമായിട്ടുള്ള ഉമ്മയോടും ഉപ്പയോടും അഥവാ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമെന്നും അതുപോലെ തന്നെ അവരോട് പുണ്യം ചെയ്യണം എന്നുള്ള കാര്യം. എന്നാൽ ധാരാളം ആളുകൾ മനുഷ്യർ എന്ന നിലക്ക് തന്നെ അതിൽ നിന്ന് തെറ്റിപ്പോകുന്നത് കാണാം. എന്നാൽ ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിപ്പിച്ച് നേരിട്ട് കേട്ട സഹാബികളും അവരുടെ ശിഷ്യന്മാരും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്, എത്രത്തോളമാണ് മാതാപിതാക്കളോടുള്ള കടമകളിൽ, ബാധ്യതകളിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചതിനോട് നമുക്ക് കൂറു പുലർത്താൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. വളരെയധികം, ഒരുപക്ഷെ നാം മനസ്സിലാക്കിയതിനേക്കാളും നാം കേട്ടതിനേക്കാളും എല്ലാം വലിയ സ്ഥാനമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിൽ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. നിർബന്ധമായ ഇബാദത്തുകൾ എണ്ണുമ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നിവ കാര്യങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ ഉലമാക്കൾ ഒരുവന്റെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യം എണ്ണുമ്പോൾ ആദ്യം എണ്ണുന്ന കാര്യം എന്താണ്? മാതാപിതാക്കളോട് പുണ്യം ചെയ്യലാണ്. ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടമയായ തൗഹീദിനോടൊപ്പം സൃഷ്ടികളോടുള്ള കടമകളിൽ അല്ലാഹു തആല മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചേർത്തി പറഞ്ഞതും നമുക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിൽ ഉമ്മാക്ക് പുണ്യം ചെയ്തതിൻ്റെ പേരിൽ മഹത്തായ ഉന്നതമായ സ്ഥാനത്തെത്തിയ മുൻഗാമികളുടെ ചരിത്രം ധാരാളമുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പറഞ്ഞു തന്ന ഒരു വ്യക്തിയാണ് ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി റഹിമഹുല്ലാഹ്. അദ്ദേഹം സഹാബിയല്ല. സഹാബിയാകണമെങ്കിൽ ഈമാനോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും അതുപോലെ തന്നെ മരണപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന വ്യക്തിയാണ് ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി റഹിമഹുല്ലാഹ്. ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ, അല്ലെങ്കിൽ സ്വഹാബിയെ കാണാൻ ആകെ തടസ്സമായ വിഷയം അസ്ബഗ് ഇബ്നു സൈദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്നമാ മനഅ ഉവൈസൻ അൻ യഖ്ദുമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിർറുഹു ബി ഉമ്മിഹി. ഉവൈസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ, അല്ലെങ്കിൽ ചെല്ലാൻ തടഞ്ഞ ഒരേ ഒരു കാര്യം ഉവൈസിന്റെ ഉമ്മാക്ക് പുണ്യം ചെയ്തിരുന്നു എന്നുള്ളത് മാത്രമാണെന്ന്. കാരണം ഉമ്മാക്ക് ഉവൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഉവൈസിന് ഉമ്മാക്ക് പുണ്യം ചെയ്യേണ്ട ഉമ്മാന്റെ അടുത്ത് ഉണ്ടാകൽ ആവശ്യമായിരുന്നു. അതുകൊണ്ട് സ്വഹാബിയാകാനുള്ള, അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് കാണാനുള്ള ഒരവസരം വേണ്ട എന്ന് വെച്ചതുകൊണ്ട് ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി റഹിമഹുള്ളയെ പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ എന്താ അറിയോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ഖൈറത്ത താബിഈന റജുലുൻ യുഖാലു ലഹു ഉവൈസുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉവൈസ് ഇബ്നു ആമിറിനെ കണ്ടിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, താബിഈങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് ഉവൈസാണ്. വലഹു വാലിദത്തുൻ, ഉവൈസിന് ഒരു ഉമ്മയുണ്ട്. വകാന ബിഹി ബയാദുൻ, ഉവൈസിന് ശരീരത്തിൽ വെള്ളപ്പാണ്ട് ബാധിച്ചിട്ടുണ്ടാകും. ഫമുറൂഹു ഫല്യസ്തഗ്ഫിർ ലക്കും, നിങ്ങൾ അവനെ കാണുമ്പോൾ അവനോട് പറയണം, നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പറയണമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി. അപ്പോൾ എന്താണ് ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർണിയുടെ ഈ ഫളിനുള്ള കാരണം, ഈ ശ്രേഷ്ഠതയ്ക്കുള്ള കാരണം? നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മാക്ക് അത്രത്തോളം പുണ്യം ചെയ്തിരുന്ന ആളായിരുന്നു ഉവൈസ് ഇബ്നു ആമിർ. അത് ധാരാളം ഇബാദത്തുകൾ മുഴുകിയിരുന്ന അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഉമ്മാക്ക് ധാരാളം പുണ്യം ചെയ്തിരുന്ന ആളായിരുന്നു. പിന്നീട് ചരിത്രത്തിൽ കാണാം ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിനോ അല്ലെങ്കിൽ മറ്റോ കാര്യങ്ങൾക്കോ ആയിട്ട് യമൻ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും യാത്രാസംഘം വന്നു കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ, ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? ആ ഗോത്രവും വിഭാഗവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവനുണ്ടോ ചോദിക്കും, അന്വേഷിക്കും. അതിനൊരു കൂട്ടത്തിൽ ഉവൈസിനെ കാണുകയും ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും എനിക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി റഹിമഹുള്ളയോട് ആവശ്യപ്പെടുകയും ചെയ്തതായിട്ട് ഹദീസുകളിൽ തന്നെ സ്ഥിരപ്പെട്ട് കാണാം. അതുപോലെ തന്നെ സ്വഹാബികൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് വളരെ മഹത്തരമായിട്ടുള്ള അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വലിയൊരു ഇബാദത്തായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്ന് പറയുകയുണ്ടായി, ചോദിക്കുകയുണ്ടായി, ഇന്നി ഖതബ്തു ഇംറഅതൻ ഫഅബത് അൻ തൻകിഹനി, ഞാൻ ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു, അവൾ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. വഖതബഹ ഗൈരി, അവൾ ഞാനല്ലാതെ വേറൊരാൾ അവളെ വിവാഹം കഴിക്കാൻ അന്വേഷിച്ചു. ഫഹബ്ബത് അൻ തൻകിഹഹു, അയാളെ വിവാഹം കഴിക്കാൻ അവൾ സമ്മതിക്കുകയും ചെയ്തു. ഫഗിർതു അലൈഹ ഫഖതൽതുഹ, എനിക്ക് ആത്മരോഷം വന്നു, ഗൈറത്ത് വന്നു, ഞാൻ അവളെ കൊന്നു കളഞ്ഞു. ഫഹൽ ലീ മിൻ തൗബ, ഇനി എനിക്ക് തൗബ ഉണ്ടാവുമോ ചോദിച്ചു. എനിക്ക് തൗബ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഉമ്മുക ഹയ്യത്തുൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചു. അയാൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തുബ് ഇലല്ലാഹി അസ്സ വജൽ വതഖറബ് ഇലൈഹി മസ്തതഅത്, നീ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും നിനക്ക് സാധിക്കുന്നത് പോലെ അള്ളാഹുലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് അടുക്കാനും പറഞ്ഞു. അപ്പൊ ഇത് കേട്ടിരുന്ന ഈ സംഭവം ഉദ്ധരിക്കുന്ന താബിഈ ആയിട്ടുള്ള അത്താബ് ഇബ്നു യാസിർ, ഇയാൾ പോയി കഴിഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പോയി ചോദിച്ചു, ലിമ സഅൽതഹു അൻ ഹയാത്തി ഉമ്മിഹി, എന്തിനാ നിങ്ങൾ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചു അയാളോട്. അതിന്റെ ഒരു ആവശ്യം അവിടെ ഇല്ലല്ലോ, എന്തിനാ അങ്ങനെ ചോദിച്ച്? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലാ അഅലമു അമലൻ അഖ്റബ ഇലല്ലാഹി അസ്സ വജൽ മിൻ ബിർരിൽ വാലിദ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിൽ ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള അടുപ്പിക്കുന്ന ഒരു കർമ്മവും എനിക്കറിയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട്, താബിഈ ആയിട്ടുള്ള അത്താബ് ഇബ്നു യസാറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെയധികം ഗൗരവത്തിൽ കാണേണ്ട ഇബാദത്തായിട്ടുള്ള അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന മഹത്തായിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും ദീനിൽ ഫിഖ്ഹ് കുറഞ്ഞ ആളുകൾ, അവർക്കിത് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. അവർ ഒരു പക്ഷേ ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അവരെ നഫ്ലായ സുന്നത്തായ നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കും. അവർക്ക് ചിലപ്പോൾ രാത്രി നിസ്കാരം അല്ലെങ്കിൽ സുന്നത്തായ നോമ്പ്, അപ്പുറത്ത് ഉമ്മാക്ക് പുണ്യം ചെയ്യൽ, അവർ വിചാരിക്കുന്നത് ഞാൻ ഇതാണല്ലോ അള്ളാഹുക്കുള്ള ഇബാദത്താണല്ലോ ഞാൻ ചെയ്യുന്നത്, എന്നാൽ ഉമ്മാക്കുള്ളതല്ല അള്ളാഹുക്കുള്ളതല്ലേ പ്രാധാന്യം എന്നൊക്കെ അവർ ചെയ്യും. പക്ഷെ അത് അബദ്ധമാണ്. സുന്നത്തായ നിസ്കാരമാണെങ്കിൽ പോലും ഉലമാക്കൾ ചർച്ച ചെയ്ത് കാണാം, ഉമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചിട്ടാണെങ്കിലും ഉമ്മാക്ക് ഉത്തരം ചെയ്യണം. എന്താണ് ഉമ്മാന്റെ ആവശ്യം അത് നിർവഹിച്ചു കൊടുക്കണം. ആ നിലക്ക് ഇനിയിപ്പോൾ ഹിജ്റയാവട്ടെ, ജിഹാദ് ആവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിച്ച സന്ദർഭത്തിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ പറഞ്ഞത് കാണാം. അതിനുശേഷം അവർക്ക് അവരുടെ സമ്മതം ചോദിക്കാൻ കാണാം. അങ്ങനെ ഒരുപാട് മേഖലയിൽ ഈ കാര്യം, അതിൻ്റെ ഹഖീഖത്ത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പോയത് നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് ഈ ഒരു തലമുറയിലെ വിദ്യാർത്ഥികളിൽ, കുട്ടികളിൽ കാണാം. ദീനുള്ളവരിൽ കാണാം. അതല്ലാതെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന, അനുസരിക്കാത്ത, മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്ന, മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്ന ആ നിരക്കുള്ള ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ വളർന്നു വന്നിട്ടുള്ളത്. ഇനി നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയം ഏത് തലത്തിൽ നിന്നുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ബാധ്യതകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ നമുക്കറിയാം, ദീന് എന്ന് പറയുമ്പോൾ ദീന് പല ആളുകൾ പല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്, പല ആളുകൾ പല രീതിയിൽ ദീനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് യഥാർത്ഥ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചത്, സഹാബികൾ അതെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത്.
സഹാബികൾ അതെങ്ങനെ മനസ്സിലാക്കിയെന്നുള്ളത്, അതിനുശേഷമുള്ള ഉത്തമരായ സമൂഹങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കി പോകുന്നത്, അങ്ങനെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്, അങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം ഉണ്ടാകേണ്ടത്, നമ്മുടെ സംസ്കാരം സ്വഭാവം അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ അതിൽപ്പെട്ട കാര്യമാണ് മാതാപിതാക്കളോട് പുണ്യം ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് മുൻഗാമികൾ, സലഫു സ്വാലിഹീങ്ങൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തിട്ടുള്ളത്? അതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളോട് പുണ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് മുൻഗാമികൾ ചെയ്തിട്ടുള്ളത് എന്നീ കാര്യങ്ങളാണ് നാം സംസാരിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക്, വളർന്നു വരുന്ന ആളുകൾക്ക് ഉമ്മാനോടും ഉപ്പാനോടും പുണ്യം ചെയ്യണം, അവരോട് നല്ല രീതിയിൽ നിൽക്കണം, ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടാകും. പക്ഷെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പൊ ഉമ്മാനോടും ഉപ്പാനോടും പുണ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ഇപ്പൊ ഉമ്മാനോടും ഉപ്പാനോടും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്യാതിരിക്കേണ്ടത്? അധികം ആളുകൾക്കും അറിയില്ല. അപ്പൊ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. നീ ഇങ്ങനെയാണ് ഉമ്മാനോടും ഉപ്പാനോടും ചെയ്യേണ്ടത്, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ മുമ്പിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഈ നിലക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളും അവരുടെ ശിഷ്യന്മാരായിട്ട് വന്ന സലഫു സ്വാലിഹീങ്ങളും ഈ വിഷയത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, പ്രവർത്തിച്ചത് എന്നതാണ് നാം പറയുന്നത്. അതിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം മാതാപിതാക്കളോട് പുണ്യം ചെയ്യേണ്ടത് എന്ന് പറയുകയും അതിന് യോജിച്ചിട്ടുള്ള അസറുകൾ സലഫുകൾ എങ്ങനെയാണ് അത് ചെയ്തത് എന്നുള്ളതും നാം സൂചിപ്പിക്കാം. അതിൽ ഒന്നാമത്തേത് കാര്യം മാതാപിതാക്കളോട് പുണ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അവരോടുള്ള സംസാരമാണ്. അവരോടുള്ള സംസാരം ഏറ്റവും അദബ് നിറഞ്ഞ അവസ്ഥയിലായിരിക്കണം, ഏറ്റവും മര്യാദയോടുകൂടി ആയിരിക്കണം ഉമ്മാനോടും ഉപ്പാനോടും സംസാരിക്കേണ്ടത്. അവരോട് ശബ്ദമുയർത്തി സംസാരിക്കുകയോ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ കയർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കുന്ന രീതിയിലുള്ള സംസാരമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും മാന്യമായ വാക്കിൽ ഏറ്റവും ബഹുമാനത്തോടു കൂടിയായിരിക്കണം മാതാപിതാക്കളോട് സംസാരിക്കേണ്ടത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. മാതാപിതാക്കളിൽ ഒരാളോ രണ്ടാളോ, തൗഹീദ് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ കടമയാണ് തൗഹീദ്. അതിനുശേഷം ചേർത്തി പറയുകയാണ്, മാതാപിതാക്കൾ നിന്റെ അടുക്കലുണ്ട്, അവർക്ക് ഏറ്റവും നിന്നെ ആവശ്യമായി വരുന്ന പ്രായാധിക്യത്തിൽ അവരെത്തിയിട്ടുണ്ട്. അങ്ങനെ നിന്റെ കീഴിലായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ മേലെ നിനക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും, നിനക്കതിന് സാധിക്കും. ഇപ്പൊ ചെറിയൊരു കുട്ടി ഉപ്പാനെയും ഉമ്മാനെയും കീഴിലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഉപ്പാനോടും ഉമ്മാനോടും കയർത്ത് സംസാരിക്കുന്ന ഒരു പരിധി ഉണ്ടാവും. എന്നാൽ പ്രായമാകുമ്പോൾ ആ കുട്ടികളുടെ കീഴിലായിരിക്കും ഉപ്പയും ഉമ്മയും ഉണ്ടാവുക. അപ്പൊ അവരോട് ഏത് രീതിയിലും നിൽക്കാൻ മക്കൾക്ക് സാധിക്കും. പക്ഷെ ആ സമയത്ത് പ്രത്യേകത പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ഒരു ആക്ഷേപത്തിന്റെ വിമുഖതയുടെ ഏറ്റവും ചെറിയ രൂപം പോലും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്, ഏറ്റവും ചെറിയ രൂപം പോലും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരെ ചീത്ത വിളിക്കുന്ന, അവരെ അകറ്റിയിരുത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും മാന്യമായ വാക്കാണ് അവരോട് പറയേണ്ടത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംസാരം നമ്മൾ മാതാപിതാക്കളോട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരോടുള്ള സംസാരം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയാണത്. ഏറ്റവും മാന്യമായ രീതിയിലേ അവരോട് സംസാരിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം മാതാപിതാക്കൾക്കുള്ള അനുസരണമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ഫീ ഗൈരി മഅസിയ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന വിഷയത്തിലല്ലാതെ, അഥവാ അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിലല്ലാതെ. കാരണം പൊതുവായിട്ടുള്ള ഖായിദയാണ് ഫലാ തഅത ലിമഖ്ലൂഖ് ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടിച്ച സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണമല്ല. സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണമല്ല, അത് ഉമ്മയിപ്പയാണെങ്കിൽ ആരാണെങ്കിലും. പക്ഷേ അല്ലാത്ത വിഷയങ്ങളിൽ അവരെ അനുസരിക്കണം. അതിന് മനോഹരമായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനായി അറിയപ്പെട്ടിരുന്ന സെയ്ദ് റളിയല്ലാഹുവിന്റെ മകനാണ് ഉസാമ. ഹിബ്ബുൻ നബി എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ എന്നിവരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് വെച്ചിരുന്ന ഉസാമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയിട്ടുള്ള സ്ത്രീയാണ്. അങ്ങനെ
ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് മദീനയിൽ ഈന്തപ്പനക്ക് വളരെയധികം വില കൂടി. 1000 ദിർഹമോ ദീനാറോളം വില വരുന്ന, അത്ര വില കൂടുന്ന ഒരു സമയം ഉണ്ടായി, വളരെ വില കൂടിയ ഒരു സമയം. ആ സമയത്ത് ഉസാമ റളിയല്ലാഹു അൻഹു, ഉസാമ ബിൻ സെയ്ദ്, അദ്ദേഹത്തിന്റെ ഒരു ഈന്തപ്പന മരം മുറിച്ചു. കായ്ക്കാൻ നിൽക്കുന്ന ഈന്തപ്പന മരം, ആളുകൾ വില കൂടി നിൽക്കുന്ന സമയമാണ്, മുറിച്ചു. എന്തിനാ മുറിച്ച് വെച്ചാൽ മിൻ അജ്ലി ജുമ്മാരിഹ, ആ ഈന്തപ്പന മരത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന കാമ്പ് എന്നൊക്കെ പറയുമല്ലോ, ഒരു മരത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന അതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിത് ഇപ്പൊ ചെയ്തത്? ഇത്രയും ഈന്തപ്പന ലാഭം നേടിത്തരുന്ന, ഇത്രയും സമ്പത്ത് ലഭിക്കുന്ന ഇത്രയൊരു അവസരം ഉണ്ടായിട്ട് ഈ സമയത്ത് ഒരു മരങ്ങൾ മുറിച്ച് കളയാ പറഞ്ഞ എന്തിനാ ചെയ്തെന്ന് പറഞ്ഞു. അബൂ ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഉമ്മി ഇസ്തഹത്തു അലയ്യ, എന്റെ ഉമ്മ എന്നോടത് ആഗ്രഹം പറഞ്ഞു, അത് ഭക്ഷിക്കുന്ന കാര്യമായിരിക്കും, അപ്പൊ അത് ഭക്ഷിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു. വലൈസ ശൈഉം മിന ദുനിയ തത്ലുബുഹു ഉമ്മി അഖ്ദിറു അലൈഹി ഇല്ലാ ഫഅൽതുഹു, ഈ ദുനിയാവിൽ എന്റെ ഉമ്മ എന്നോട് ആവശ്യപ്പെട്ട ഏത് കാര്യവും എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും, എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാക്ക് ചെയ്തു കൊടുക്കും എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ആ ഈന്തപ്പന മരം ഞാൻ വെട്ടിയത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഉമ്മാക്ക്, അതുപോലെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന, ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ഉണ്ടാവുക. ചിലപ്പോൾ സാമ്പത്തിക ശേഷി ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ ആരോഗ്യം വ്യത്യാസമായിരിക്കും, എന്തോ ആവട്ടെ, നമുക്ക് സാധിക്കുന്നതിൽ ഏറ്റവും പരിപൂർണമായ നിലക്ക് ഉമ്മാക്കും ഉപ്പാക്കും മാതാപിതാക്കൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ, ഹലാലായ ആഗ്രഹങ്ങൾ നമ്മൾ നടപ്പിലാക്കി കൊടുക്കാൻ ഒരാൾ പരിശ്രമിക്കുക എന്നുള്ളത് മാതാപിതാക്കളോടുള്ള അനുസരണമാണ്, ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരിക്കൽ കാണാം, മിസ്അർ ഇബ്നു കിദാം റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഉമ്മ ഒരിക്കൽ രാത്രി വെള്ളം ആവശ്യപ്പെട്ടു, വെള്ളം കുടിക്കാൻ എടുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ മിസ്അർ വെള്ളം എടുക്കാൻ വേണ്ടി പുറത്തുപോയി വെള്ളം, അന്നത്തെ സൗകര്യത്തിനനുസരിച്ച് വെള്ളം എടുത്തുകൊണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി, ഉമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാന്റെ അടുത്ത് വന്നു, വക്കരി അൻ യദ്ഹബ ഫതത്ലുബുഹു വലാ തജിദ്ഹു, അങ്ങനെ ഉമ്മാനെ എണീപ്പിക്കാന് ഇഷ്ടമല്ല. അതേപോലെ തന്നെ ഉമ്മ എഴുന്നേറ്റിട്ട് ഇനി വെള്ളം ചോദിച്ചിട്ട് ഉമ്മാക്ക് കിട്ടാതിരിക്കുന്നതും അല്ലെങ്കിൽ എടുത്തു കൊടുക്കാൻ ആളില്ലാതിരിക്കുന്നതും ഇഷ്ടമല്ല. അങ്ങനെ നിന്നപ്പോൾ മിസ്അർ റഹിമഹുല്ലാ ഫലം യസൽ ഖായിമൻ വൽ ഇനാഉ മഅഹു ഹത്താ അസ്ബഹ, ഉമ്മ എഴുന്നേൽക്കുന്നത് വരെ ആ പാത്രം അവിടെ പിടിച്ചുകൊണ്ട് ഉമ്മാന്റെ അടുത്ത് ആ പാത്രം ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അവിടെ തന്നെ മിസ്അർ ആ രാത്രി ചെലവഴിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സലഫുകളിൽ റാവിമാരിൽ വന്നിട്ടുള്ള ഹൈവത്ത് ഇബ്നു ശുറൈഹ്, ധാരാളം കറാമത്തുകൾ സംഭവിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ വലിയകൾ എണ്ണിയിട്ടുള്ള, തിഖത്തുള്ള, സാലിഹായിട്ടുള്ള വ്യക്തിയായിരുന്നു, സാഹിദായിട്ടുള്ള വ്യക്തിയായിരുന്നു ഹൈവത്ത് ഇബ്നു ശുറൈഹ്. അദ്ദേഹം മസ്ജിദിൽ ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ പറയുകയാണ്, അദ്ദേഹത്തിന്റെ റിവായത്ത് ബിറുൽ വാലിദൈൻ എന്നുള്ള കിതാബിൽ അബൂബക്കർ തുർത്തൂശി കൊടുത്ത് കാണാം, യഖഉദു ഫീ ഹൽഖതിഹി യുഅല്ലിമു الناس, ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചുകൊണ്ട് ഹൽഖയിൽ ഇരിക്കാറുണ്ട്. ഫതഖൂലു ലഹു ഉമ്മുഹു, ആ സമയത്ത് ഉമ്മ ചിലപ്പോൾ വിളിച്ചു പറയും, ഖും യാ ഹൈവ വഅൽഖി الشعير للدجاج, ഹൈവ നീ ചെന്നിട്ട് ആ കോഴികൾക്ക് കുറച്ച് ഗോതമ്പ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക പറയും. അഥവാ ആളുകൾക്ക് ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കുന്ന, ദീന് പറഞ്ഞു കൊടുക്കുന്ന സദസ്സായിരിക്കും. പക്ഷെ ഉമ്മ വിളിച്ചു പറയും, അവിടെ കോഴിയുണ്ട്, നമ്മൾ വളർത്തുന്ന കോഴികളുണ്ട്, അതിന് തീറ്റയായിട്ട് എന്തെങ്കിലും ഇട്ടു കൊടുക്കുക ഹൈവ എന്ന് വിളിച്ചു പറയുമ്പോൾ ഫയഖൂമു വയത്രുക്കു തഅലീം, അദ്ദേഹം ഉമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ പറഞ്ഞതനുസരിക്കാൻ വേണ്ടി അവിടെ പഠിപ്പിക്കൽ നിർത്തിയിട്ട് അത് പോയി ചെയ്തു കൊടുക്കും. അതിനുശേഷമാണ് പിന്നെ വരാറുള്ളത്. അങ്ങനെ ഉമ്മാന്റെ പറഞ്ഞ നിസ്സാരമായൊരു കാര്യമായിരിക്കും. അപ്പൊ ചിലപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഉമ്മ പറഞ്ഞത് ചെറിയൊരു കാര്യമില്ലേ, അതിന് വേറെ ആരും പോയാൽ മതിയല്ലോ, ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ അവിടെ വലിയൊരു കാര്യമല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഉമ്മാക്ക് അനുസരിക്കുന്നു, ഉമ്മാൻ അനുസരിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാര്യം. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും മാതാപിതാക്കൾക്ക് നേരെ മുഖം ചുളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ തുറിച്ചു നോക്കുന്ന, ദേഷ്യത്തിൽ നോക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഒന്നും പറയണ്ട, അവരോടൊന്നും ചീത്ത വിളിക്കണ്ട, അവരോട് വേറൊന്നും പറയണ്ട. പക്ഷേ അവരോട് മുഖം ചുളിക്കുന്ന, അവരോട് വെറുപ്പ് പ്രകടമാകുന്ന, അവരോട് ദേഷ്യം കാണിക്കുന്ന രീതിയിലുള്ള തുറിച്ചു നോട്ടം പോലും അവരുടെ നേരെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നോക്കുന്നത് തന്നെ അവരോടുള്ള പുണ്യത്തിന് എതിരാണ് എന്ന് സലഫുകൾ പറഞ്ഞത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനായിരുന്ന
തഫ്സീറുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ തഫ്സീറുകൾ ഉദ്ധരിച്ചിട്ടുള്ള രണ്ടാളുകൾ മുജാഹിദും ഇക്രിമയും. അതിൽ മുജാഹിദ് ബിൻ ജബർ അദ്ദേഹം പറഞ്ഞത് കാണാം, ലാ യംബഗി ലിൽ വലദ് അൻ യദ്ഫഅ യദ വാലിദിഹി അൻഹു ഇദാ ദറബഹു. ഒരു കുട്ടിക്ക് പാടില്ലാത്ത കാര്യമാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിക്കഴിഞ്ഞാൽ ആ കൈ തടുക്കുക എന്നുള്ളത് ഒരു കുട്ടി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അഥവാ അദബിന് വേണ്ടിയിട്ട് ഉമ്മയും ഉപ്പയും ചിലപ്പോൾ മക്കളെ അടിച്ചേക്കാം. ചിലപ്പോൾ ഉമ്മയും ഉപ്പയും പിന്നെ ദുർബലരായിരിക്കും, മകനെല്ലാം ആരോഗ്യമൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷേ ആ ഉമ്മയോ ഉപ്പയോ ന്യായമായിട്ടുള്ള കാര്യത്തിന് അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഉൽമ ചെയ്യുന്ന അവസ്ഥയല്ല, അപ്പോൾ ഓരോ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ സാധാരണഗതിയിൽ ഒരു ഉമ്മയോ ഉപ്പയോ കുട്ടിയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്ന സമയത്ത് ആ കുട്ടിക്ക് പാടില്ലാത്ത കാര്യമാണ് ആ കൈ തടയുക എന്നുള്ളത്. അവന് സാധിക്കുമെങ്കിലും അത് തടയാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, വമൻ ശദ്ദ നദറ ഇലാ വാലിദൈഹി ഫലം യബർറഹുമാ. ആരെങ്കിലും മാതാപിതാക്കളിലേക്ക് തുറിച്ചു നോക്കുകയാണെങ്കിൽ അവൻ അവന്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നില്ല. വമൻ അദ്ഖല അലൈഹിമാ ഹസനൻ ഫഖദ് അഖ്ഖഹുമാ. ആരെങ്കിലും മാതാപിതാക്കളിൽ ദുഃഖമുണ്ടാക്കുകയാണെങ്കിൽ, വിഷമമുണ്ടാക്കുകയാണെങ്കിൽ, അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണ് ഒരു കുട്ടിയിൽ നിന്നുണ്ടാകുന്നത് എങ്കിൽ അവൻ അവരെ ഉപദ്രവിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാണ്. അപ്പോ ഇതൊക്കെ ശ്രദ്ധിക്കണം. പലർക്കും അറിയില്ല മാതാപിതാക്കളോട് പുണ്യം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് എന്ന് കുട്ടികൾക്ക് അറിയില്ല. പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കളോട് മുഖം ചുളിക്കുന്ന, തുറിച്ചു നോക്കുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഒരു കുട്ടിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതേ ആശയത്തിൽ പറഞ്ഞത് കാണാം, മൻ നദറ ഇലാ അബാഹ് ഷിസറൻ ഫഖദ് അഖ്ഖഹു. ആരെങ്കിലും ഉപ്പയിലേക്ക്, അവന്റെ ഉപ്പയിലേക്ക് നോക്കുകയാണ്, മൻ നദറ അബാഹു പിന്നെ തുറിച്ചു നോക്കുകയാണ്, ഫഖദ് അഖ്ഖഹു, അവൻ അവരെ ഉപദ്രവിച്ച പോലെയാണ്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊരു വാക്ക് കാണാം, കുൻ മഅൽ വാലിദൈൻ കൽ അബ്ദിൽ മുദ്നിബ് അദ്ദലീൽ ലിസയ്യിദിൽ ഫദ്ദിൽ ഗലീദ്. നീ നിന്റെ മാതാപിതാക്കളോടാകേണ്ടത് തെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിമ, ഏറ്റവും താഴ്മയിലുള്ള ഒരു അടിമ, വളരെ പരുഷമായി നിൽക്കുന്ന ഒരു യജമാനനോന്റെ മുമ്പിൽ എങ്ങനെയാണോ നിൽക്കുക അതുപോലെ ആയിരിക്കണം നീ നിന്റെ മാതാപിതാക്കളോട് നിൽക്കേണ്ടത്. അഥവാ അടിമയും യജമാനൻ എന്ന് പറഞ്ഞാൽ അടിമയുടെ മേലെ പൂർണ്ണ അധികാരമുള്ള ഒരാളാണ് യജമാനൻ. അപ്പൊ അടിമ ഒരു തെറ്റ് ചെയ്തു, യജമാനൻ പറഞ്ഞതിന് എതിര് ചെയ്തു, അബദ്ധം ചെയ്തു, അങ്ങനെ ചെയ്തിട്ട് നിന്ദ്യനായിക്കൊണ്ട് നിൽക്കുകയാണ്. യജമാനാണെങ്കിലോ ഏറ്റവും പരുഷ സ്വഭാവിയാണ്. അങ്ങനെയുള്ള ആ യജമാന്റെ മുമ്പിൽ ആ അടിമ എങ്ങനെയാണോ നിൽക്കുക അതുപോലെ ആയിരിക്കണം നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ നീ നിൽക്കേണ്ടത്. ഇങ്ങനെയാണ് സഹാബികൾ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്ന മനസ്സിലാക്കിയിട്ടുള്ളത്, സലഫുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ പഠിക്കേണ്ടതും ശീലിക്കേണ്ടതും നമ്മൾ പരിശ്രമിക്കേണ്ടതും ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്, ആദരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക, എങ്ങനെയാണ് മാതാപിതാക്കളെ ആദരിക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ചെയ്യാൻ സാധിക്കുക? ഉമർ ഇബ്നു ദർ ദറിന്റെ മകൻ, അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോട്, അദ്ദേഹത്തിന്റെ ഉപ്പയോട് പിന്നെ ഉമർ ഇബ്നു ദറിനോട് ചോദിക്കുകയുണ്ടായി, കൈഫ കാന ബിർറുഹു, എങ്ങനെയായിരുന്നു അവൻ പുണ്യം ചെയ്തിരുന്നത്? അതോ മകൻ മരിച്ചപ്പോ പാപ്പാനോട് ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു അവൻ നിങ്ങളോട് പുണ്യം ചെയ്തിരുന്നത്? ഖാല, അപ്പോൾ പാപ്പ പറഞ്ഞു കൊടുത്തു, മാ മശാ മഈ നഹാറൻ ഖത്തു ഇല്ലാ കാന ഖൽഫി. ഞാൻ പകലിൽ നടക്കുകയാണ്, ഞാനും അവനും കൂടി നടക്കുകയാണ് എങ്കിൽ അവൻ എൻ്റെ പിന്നിലല്ലാതെ നടക്കൂല. അഥവാ ഉപ്പയുടെ മുന്നിലായിക്കൊണ്ട് നടക്കാറില്ല, ഉപ്പയുടെ മുന്നിലായിക്കൊണ്ട് നടക്കൂല. ഇനി നടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അനുവാദം ചോദിച്ചിട്ട് നടക്കാറുള്ളൂ. എൻ്റെ മകൻ മുന്നിൽ നടക്കാറില്ല. വലാ ലൈലൻ ഇല്ലാ കാന അമാമി. നീ രാത്രിയാണെങ്കിലോ അവനായിരിക്കും മുൻപിൽ നടക്കുക, ഞാൻ പിന്നിലെ അവൻ നടത്താറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇരുട്ടാണ്. അതുപോലത്തെ എന്തെങ്കിലും അപകടമോ ബുദ്ധിമുട്ടോ മുന്നിലുണ്ട് എങ്കിൽ ആദ്യം അവൻ അറിഞ്ഞോട്ടെ എന്ന നിലക്ക് അവൻ മുന്നിൽ നടന്നിട്ടേ എന്നെ പിന്നിലെ അവൻ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. വലാ റഖി അലാ സത്ഹിൻ അന തഹ്തഹു. ഞാൻ താഴെയുള്ളപ്പോൾ ഒരു മുകളിലുള്ള തട്ടിൽ പോലും അവൻ എന്ത് ചെയ്തിട്ടില്ല, അവൻ കയറാറുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് കാലത്തെ വീടിന്റെ സൗകര്യം അറിയാം, ചെറിയ നിലയ്ക്കേ ഒരു തട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ താഴെയുണ്ട് എങ്കിൽ എന്നോടുള്ള ബഹുമാനം കാരണത്താൽ എൻ്റെ മകൻ എൻ്റെ തലക്ക് മുകളിലൂടെ പോകുന്ന ആ രീതിയിൽ അവനാവാറില്ല എന്ന് പറയാം. അത്രത്തോളം ഉപ്പാക്കും ഉമ്മാക്കുമുള്ള ഗാംഭീര്യം
മുൻഗാമികൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു, നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സലഫുകളിൽപ്പെട്ട ആബിദായിരുന്ന ത്വൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാ, അദ്ദേഹം ചെയ്തിരുന്ന, അദ്ദേഹം ഉമ്മാനെയും ഉപ്പാനെയും ബഹുമാനിക്കുന്നതിൽ ചെയ്തിരുന്ന കാര്യമായിരുന്നു വകാന യുഖബ്ബിലു റഅസ ഉമ്മിഹി, ഉമ്മാന്റെ നെറ്റിയിൽ തലയിൽ ചുംബിക്കാറുണ്ടായിരുന്നു ഉമ്മാനെ കാണുന്ന സന്ദർഭത്തിൽ. വകാന ലാ യംശി ഫൗഖ ദഹരി ബൈത്തിൻ വഹിയ തഹ്തഹു, ഉമ്മ താഴത്തായിട്ട് മേലത്തെ നിലയിലൂടെ നടക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇജ്ലാലൻ ലഹാ, ഉമ്മാനോടുള്ള ബഹുമാനം കാരണത്താൽ. അന്ന് ഇന്നത്തെ പോലെ വീടും സൗകര്യമല്ല, അന്ന് ചെറിയ രീതിയിലുള്ള തട്ടുകളൊക്കെയാണ്. അന്ന് ആ ഒരു കാര്യത്തിൽ തന്നെ ആ ഉമ്മ താഴത്തായി എൻ്റെ കാലിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്, ഉമ്മാക്ക് കൊടുക്കേണ്ട ആ മഹത്വം കൊണ്ട് അങ്ങനെ നടക്കാറുണ്ടായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിൽപ്പെട്ട കാര്യമാണ് അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അവർക്ക് ഖിദ്മത്ത്, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഖിദ്മകൾ, സഹായങ്ങൾ ചെയ്യുക. അത് ശാരീരികമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, ഏത് നിലക്കുള്ളതായിക്കോട്ടെ. നമുക്ക് എന്താണ് ഒരു കാര്യം എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ ഉമ്മാക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പാക്ക് ജോലിയിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അല്ലാത്ത എന്താണോ എന്തെങ്കിലും രീതിയിൽ ഖിദ്മ ചെയ്യാൻ പറ്റുന്നത്, സേവനം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതുപോലെ അവർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് വളരെ സന്തോഷം ഉണ്ടാവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ ഖുർആൻ ഹിഫ്ളാക്കുമ്പോൾ നിങ്ങൾ ഹിഫ്ളാക്കുന്നതിൽ അവർക്ക് സന്തോഷം ഉണ്ടാവും, നിങ്ങൾ ഇൽമു പഠിക്കുന്നതിൽ അവർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇൽമു പഠിക്കുന്നത് അതുമാണ് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ എങ്ങനെയാണോ മാതാപിതാക്കൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക എന്നുള്ളത്. മുസ്അബ് ബിൻ ഉസ്മാൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, കാന സുബൈർ ഇബ്നു ഹിശാം ബാറൻ ബി അബീഹി. സുബൈർ ഇബ്നു ഹിശാം റഹിമഹുല്ലയെ പറ്റി പറയുകയാണ്. ഇത് അധികവും അൽ ബിർ വസ്സില എന്നുള്ള ഇബ്നു ജൗസി റഹിമഹുല്ലയുടെ കിതാബും അതുപോലെ അബൂബക്കർ തുർത്തൂഷിയുടെ അൽ ബിർ എന്നുള്ള കിതാബുകളിൽ നിന്നുള്ള അസ്റുകളാണ്. സുബൈർ ഇബ്നു ഹിശാം വളരെയധികം ഉപ്പാക്ക് മുന്നും ചെയ്യുമായിരുന്നു. ഇൻ കാന ലയർഖാ ഇല സത്ഹ് ഫിൽ ഹർ ഫയുതാ ബിൽ മാഇൽ ബാരിദ് ഫഇദാ ദാഖഹു ഫവജദ ബർദഹു ലം യശ്റബ് വഅർസലഹു ഇല അബീഹി. അദ്ദേഹത്തിന്റെ ഉപ്പ അദ്ദേഹത്തിന്റെ മേലത്തെ തട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുമ്പോൾ ചൂടുകാലത്തൊക്കെ തണുത്ത വെള്ളമെങ്ങാനും ഇദ്ദേഹത്തിന് മകന് കുടിക്കാൻ വേണ്ടി തണുത്ത വെള്ളം കൊണ്ടുവരികയാണ്. കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് അതിങ്ങനെ കുടിച്ചു നോക്കുമ്പോൾ അതിൽ തണുപ്പുണ്ട് എന്നറിഞ്ഞാൽ, തണുത്ത വെള്ളമാണെന്ന് അറിഞ്ഞാൽ അത് ഉപ്പാക്ക് കൊടുക്കാൻ പറയും. അഥവാ തന്നേക്കാൾ അതേ ചൂടുകാലമാണ്, അപ്പൊ ഉപ്പാക്ക് ആ വെള്ളം കുടിക്കുന്നത് ഇഷ്ടമാണ്, അത് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് ഉപ്പാക്ക് നൽകാൻ വേണ്ടി അദ്ദേഹം ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖലീഫ മഅ്മൂൻ പറയുന്നൊരു സംഭവം കാണാം. ലം അറബ്നൻ അബർറ ബി അബീഹി മിനൽ ഫദ്ൽ ഇബ്നു യഹ്യ അൽ ബർമക്കി. ഫദ്ൽ ഇബ്നു യഹ്യയേക്കാൾ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഉപ്പയോട് പുണ്യം ചെയ്യുന്ന ഒരു മകനെയും ഞാൻ കണ്ടിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫദ്ൽ ഇബ്നു യഹ്യ ധാരാളം യഹ്യക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് വേണ്ടി ധാരാളം പുണ്യം ചെയ്യാറുണ്ട്, ബിർ ചെയ്യാറുണ്ട്. അപ്പോ യഹ്യ എന്ന വ്യക്തി അദ്ദേഹം ചൂടുവെള്ളത്തിലെ വുദു എടുക്കാറുള്ളൂ. അദ്ദേഹത്തിന് ചൂടുവെള്ളം കൊണ്ടേ വുദു എടുക്കാൻ സാധിക്കുകയുള്ളൂ, തണുപ്പ് അത്ര പറ്റില്ല. അങ്ങനെ വഹുമാ ഫിസ്സിജിൻ, അവർ രണ്ടുപേരും അന്നത്തെ ചില കാരണങ്ങളാൽ ജയിലിൽ അടക്കപ്പെട്ടു. അവർ രണ്ടുപേരും ജയിലിൽ അടക്കപ്പെട്ടു. അങ്ങനെ ആ ജയിലിലെ കാവൽക്കാരൻ ചൂടുവെള്ളം കൊടുക്കുന്നത് തടഞ്ഞു. അതൊന്നും കൊടുക്കേണ്ട എന്ന നിലക്ക് അത് പിന്നെ ചൂടുവെള്ളം ഉണ്ടാക്കാനുള്ള സൗകര്യമോ ഒന്നുമില്ലാത്ത അതൊക്കെ തടഞ്ഞു. അങ്ങനെ ഫദ്ൽ ഇബ്നു യഹ്യ മകൻ എന്ത് ചെയ്തു? വാപ്പാക്ക് നിസ്കരിക്കാൻ, ഫജറിനൊക്കെ നിസ്കരിക്കാൻ ചൂടുവെള്ളം ആവശ്യമാകും എന്ന നിലക്ക് രാത്രിയിൽ അവർക്ക് സാധാരണ ചൂടാക്കാനുള്ള പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് അത് നിറച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന വിളക്ക് എന്താ സൗകര്യം എന്താണോ അത് കത്തിച്ചിട്ട് അതിന്റെ മേലെ പിടിച്ച് നിൽക്കാറുണ്ടായിരുന്നു. ഫലം നസൽ ഖായിമൻ വഹുവ ഫി യദിഹി ഹത്താ അസ്ബഹ. ആ വെള്ളം ചെറിയ ചൂടേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ ചൂടായി കിട്ടുന്നത് വരെ അദ്ദേഹം അത് പിടിച്ച് നിൽക്കാറുണ്ടായിരുന്നു. ഉപ്പാക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വുദു എടുക്കാൻ ചൂടുവെള്ളം ആവശ്യമാണ് എന്ന നിലക്ക്. അപ്പൊ അത്രത്തോളം പുണ്യം ചെയ്യാൻ മാതാപിതാക്കൾക്ക് എങ്ങനെയൊക്കെ സാധിക്കുമോ അതെല്ലാം ചെയ്യൽ അത് ദീനാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു മുൻഗാമികൾ. അതുപോലെ തന്നെ മുവരിഖ് അൽ അജ്ലി റഹിമഹുല്ലാ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് കാണാം. ഇഫ്ലി റഅ്സ ഉമ്മിഹി, ഉമ്മാന്റെ തല നോക്കി കൊടുക്കാറുണ്ടായിരുന്നു. തലയിൽ പേനൊക്കെ നോക്കുന്ന രീതി ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ തല നോക്കി കൊടുക്കാറുണ്ടായിരുന്നു. ഇത് നിസ്സാരമായൊരു കാര്യമാണ്, നമ്മൾ ചിന്തിച്ചാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് ആ ഉമ്മാക്കുണ്ടാവുന്ന സന്തോഷം,
അല്ലെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്തു കൊടുത്താൽ ഉപ്പാക്കുണ്ടാവുന്ന സന്തോഷം, അതുപോലെ തന്നെ അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, അത് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അത് ഏത് നിലക്കാവട്ടെ, ഓരോ സാഹചര്യത്തിൽ ഓരോ നിലക്കായിരിക്കും, ആ നിലക്കൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് കാലത്ത് അധിക കുട്ടികളും ഇപ്പോൾ പെൺകുട്ടികളാവട്ടെ, അവരുടെ വലിയ പെൺകുട്ടികളാണെങ്കിലും അവരെ വസ്ത്രം അലക്കുന്നത് അവരുടെ ഉമ്മമാരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അവരുടെ ഉമ്മമാരായിരിക്കും. അവരുടെ ഉമ്മമാർക്കല്ല ഒന്നും ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ ആൺകുട്ടികളാവട്ടെ, ഉപ്പമാർക്കോ അല്ലെങ്കിൽ ഉമ്മമാർക്കോ വീട്ടിൽ എന്തെങ്കിലും സഹായം നമ്മൾ എന്തെങ്കിലും നമ്മുടെ കാര്യം നോക്കിയിട്ട് അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരുന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ ആ ഉമ്മാക്കൊരു പുണ്യം ചെയ്തു കൊടുക്കാൻ, എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ പരലോകത്തേക്കുള്ള ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ വീടൊന്ന് തുടച്ചു കൊടുക്കലാകാം, അല്ലെങ്കിൽ പാത്രം കഴുകി കൊടുക്കലാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാകാം. പക്ഷെ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളിൽ, നമ്മുടെ വിഷയങ്ങളിൽ അവരുമായിട്ട് കൂടി ആലോചിക്കുക എന്നുള്ളത്. അവരെ അറിയിക്കുന്ന നിലക്ക്, അവരുമായി ചർച്ച ചെയ്യുന്ന നിലക്ക്, ഇനി എന്തെങ്കിലും വിഷയത്തിൽ അവർ പറഞ്ഞ അഭിപ്രായത്തിനോട് അതല്ല എനിക്ക് ഇങ്ങനെയാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ അത് ഉദ്ർ ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന നിലക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ അവരുമായിട്ട് കൂടി ആലോചിച്ചിട്ടെല്ലാം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് സന്തോഷം ഉണ്ടാവും. അവർക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എൻ്റെ മകൻ എന്നോടൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ മകൾ എന്നോടൊരു കാര്യം, അവൻ തീരുമാനിക്കുന്ന ഒരു കാര്യം എന്നോട് കൂടി ആലോചിച്ചല്ലോ, എന്നോട് ചർച്ച ചെയ്തല്ലോ എന്നുള്ളത്. ഇനി അവർ പറഞ്ഞതിന് എതിര് ചെയ്താൽ പോലും, അല്ലെങ്കിൽ എതിര് ചെയ്താൽ ഒഴിവഴിവ് പറഞ്ഞുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നാൽ പോലും അവൻ എന്നോട് പറഞ്ഞിട്ടാണല്ലോ അത് ചെയ്തത് എന്ന് അവരിൽ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അവർ വിളിച്ചു കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിളി കേൾക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പുഞ്ചിരിയോടുകൂടി അവരുടെ മുമ്പിൽ സംസാരിക്കുക, നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ചിരിക്കുക എന്നുള്ളത് ഒരു പരിചയമില്ലാത്ത മുസ്ലിമിനോടാണെങ്കിൽ പോലും സദഖയാണ്. മുസ്ലിമായ ഒരാളാണ്, നമുക്ക് വേറെ പരിചയമൊന്നുമില്ല, എന്നാൽ പോലും മുസ്ലിമാണ് എന്ന നിലയ്ക്ക് നമ്മൾ ചിരിച്ചു, അതുവരെ സദഖയാണ്, പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പോൾ സ്വന്തം ഉമ്മാനോടും ഉപ്പാനോടും ചിരിച്ചാലോ, ഉമ്മാനോടും ഉപ്പാനോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. അതുപോലെ സ്നേഹത്തോടുകൂടി ഉമ്മ ഉപ്പ എന്നുള്ള രീതിയിൽ വിളിക്കുക. അതല്ലാതെ ഏതെങ്കിലും ഇന്നത്തെ പല ആളുകളും വ്യത്യസ്ത വാക്കുകളാണ്, കുഫാറുകൾ വിളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പേരുകളൊക്കെ ഒന്ന് വിളിക്കുന്നത് കാണാം. അല്ലെങ്കിൽ ഇന്ന് ചില വീടുകളിൽ പുതിയ ട്രെൻഡായി വന്നിട്ടുള്ളത് ഉമ്മാനെയും വാപ്പാനെയൊക്കെ പേര് വിളിക്കലാണ്. അതിന്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അല്ലെങ്കിൽ സലഫുകളിൽ തന്നെ വന്നിട്ടുണ്ട്, പേര് വിളിക്കാൻ പാടുന്ന അതിന്റെ ഗൗരവം എന്താണെന്നുള്ളത്. പക്ഷെ അതൊരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഉമ്മാക്കും ഭാഗം കുഴപ്പമുണ്ടായിട്ടാവില്ല, അവർക്കും അറിവുണ്ടാവില്ല, മക്കൾക്കും അറിവുണ്ടാവില്ല. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ഉമ്മ ഉപ്പ എന്നുള്ള, അല്ലെങ്കിൽ എന്താ അറബിയിലോ ഏത് ഭാഷയിലാവട്ടെ, ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ വിളിക്കുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുക. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ മകൻ സഈദ് ഇബ്നു സുഫിയാൻ അസ്സൗരി അദ്ദേഹം പറയുന്നുണ്ട്, മാ ജഫവ്തു അബി ഖത്ത് വഇന്നഹു ലയദ്ഊനി വഅന ഫിസ്സലാ ഗൈറൽ മക്തൂബ ഫഖ്തഉഹാ ലഹു. ഞാൻ ഒരിക്കലും ഉപ്പാക്കൊരു മടുപ്പുണ്ടാക്കുന്ന കാര്യം എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ നിർബന്ധമല്ലാത്ത ഫർദല്ലാത്തൊരു നിസ്കാരമാണ് നിസ്കരിക്കുന്നത് എങ്കിൽ എൻ്റെ ഉപ്പ വിളിച്ചാൽ ഞാൻ അത് മുറിച്ചിട്ട് ഉപ്പാക്ക് ഉത്തരം ചെയ്യുമായിരുന്നു. ആ നിസ്കാരം അവിടെ നിർത്തിയിട്ട് ഞാൻ ഉപ്പാക്ക് ഉത്തരം ചെയ്യുമായിരുന്നു എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുള്ളയുടെ മകൻ സഈദ് ഇബ്നു സുഫിയാൻ അസ്സൗരി പറയുകയാണ്. പല ആളുകളും സുബ്ഹാനല്ലാഹ് അവരുടെ അറിവ് കൊണ്ടോ അല്ലെങ്കിൽ ദീനിന്റെ ഫഹ്മ് കുറഞ്ഞുകൊണ്ടാണ് പല ആളുകളും ഉമ്മാക്കും ഉപ്പാക്കും ഏറ്റവും ആവശ്യമായിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ ആ നിലക്ക് അവർ ആവശ്യക്കാരായിട്ട് പോലും അവരെ തിരിഞ്ഞു നോക്കാതെ ദീനിന്റെ പേരിൽ മാറി നിൽക്കുന്ന കാണാം. ദീന് പഠിക്കാനെന്ന നിലക്ക് വേറെ നാടുകളിൽ പോകുന്നതാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നതാവട്ടെ, ഉമ്മയും ഉപ്പയും അവിടെ ആവശ്യക്കാരായി നിൽക്കുകയാണ്. അവരെ സമ്മതമുണ്ട്, അവരുടെ സന്തോഷത്തിലാണ്, അതല്ല പറയുന്നത്. പക്ഷേ അവർ ആവശ്യക്കാരാണ്, അവരാവശ്യക്കാരായി നിൽക്കെ അങ്ങനെ പോവുക എന്നുള്ളത്. ചില സലഫുകൾ പറഞ്ഞത് കാണാം, ഞാൻ ഇൽമു നേടാൻ വേണ്ടി പോകാൻ ഒരുങ്ങി എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം, പക്ഷെ എൻ്റെ ഉമ്മാക്ക് ഞാൻ ആവശ്യക്കാരനായിരുന്നു, ഉപ്പാക്ക് ആവശ്യക്കാരനായിരുന്നു, ഞാൻ പോയില്ല. അവർ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു, ആവശ്യക്കാരനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉമ്മാക്ക് പുണ്യം ചെയ്ത ബറക്കത്ത് കൊണ്ട് എൻ്റെ ഇൽമിൽ പിന്നീട് വ്യാപ്തി ഉണ്ടായിട്ടുണ്ട്, അള്ളാഹു ഇൽമിൽ ബറക്കത്ത് ചൊരിഞ്ഞിട്ടുണ്ട് എന്ന്, മറ്റുള്ള ആളുകളെക്കാൾ ബറക്കത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കാണാം. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് അത് മനസ്സിലാക്കേണ്ടതും അവരെ വിഷമിപ്പിക്കുന്നത് നമുക്ക് പല രീതിയിൽ നഷ്ടങ്ങൾ വരുത്തുമെന്നുള്ളതും മനസ്സിലാക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിൽ പെട്ട കാര്യമാണ്
മാതാപിതാക്കളുടെ സുഹൃത്തുക്കൾ, മാതാപിതാക്കളുടെ വഴിയുള്ള കുടുംബക്കാർ, ഇവരെയെല്ലാം ആദരിക്കുക എന്നുള്ളത്. അതായത് ഒരാൾ അവന്റെ ഉമ്മാനോടും ഉപ്പാനോടും കാണിക്കുന്ന പുണ്യത്തിൽപ്പെട്ടതാണ് ഉമ്മാന്റെയും ഉപ്പാന്റെയും കൂട്ടുകാരോടും അതുപോലെ തന്നെ കുടുംബക്കാരോടും അവരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ആദരിക്കുക എന്നുള്ളത് ഉമ്മാനോടും ഉപ്പാനോടുമുള്ള പുണ്യത്തിൽപ്പെട്ടതാണ്. ചില ആളുകൾ ധരിച്ചു പോയിട്ടുണ്ട് ഉമ്മ ഇപ്പയും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും പുണ്യം ചെയ്യാനില്ല എന്ന്. അങ്ങനെയല്ല. ഉമ്മാന്റെ കൂട്ടുകാരുണ്ട് എങ്കിൽ, ഉമ്മാന്റെയും ഉപ്പാന്റെയും സുഹൃത്തുക്കൾ, കുടുംബക്കാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അവരോട് നല്ല രീതിയിൽ നിൽക്കുക, അവരെ ആദരിക്കുക. മാതാപിതാക്കളെ പോലെ അല്ലെങ്കിലും അവരെ നല്ല രീതിയിൽ അവരോട് ബന്ധം വെക്കുക എന്നുള്ളത് മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്ന പോലെയാണ്. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പോകുന്ന സമയത്ത് അറാബിയായിട്ടുള്ള ഒരു വ്യക്തിയെ മക്കയിൽ ഒരു വഴിയിൽ വെച്ച് കാണുകയുണ്ടായി. അങ്ങനെ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് സലാം പറഞ്ഞു. അങ്ങനെ അയാളെ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിന്റെ കഴുതപ്പുറത്ത് കയറ്റി എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോയി. ആ കൊണ്ടുപോകുന്ന സമയത്ത് തലപ്പാവ് ഇമാമ ഊരിക്കൊണ്ട്, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിന്റെ ഇമാമ ഊരിക്കൊണ്ട് ആ വ്യക്തിക്ക് കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോ താബിയായ ഇബ്നു ദീനാർ ചോദിച്ചു, അസ്ലഹക്കല്ലാഹ് ഇന്നഹുൽ അറാബ്, അത് വേറൊരു അറാബിയാണ്. വഇന്നഹും യർദൗന ബിൽ യസീർ, ചെറിയ കാര്യം എന്തെങ്കിലും ചെയ്താൽ തന്നെ ആ അറാബിക്ക് മതിയാവും. ഈ തലപ്പാവൊക്കെ ഊരി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ചെറിയ കാര്യം ചെയ്താൽ തന്നെ അവർക്ക് സന്തോഷമാകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ അറിയോ? ഇന്ന അബാ ഹാദാ കാന വുദ്ദൻ ലിഉമർ ബിൻ ഖത്താബ്, ഈ അറാബിയുടെ ഉപ്പ എന്റെ ഉപ്പയായ ഉമർ ബിൻ ഖത്താബിന്റെ ഉറ്റമിത്രമായിരുന്നു. അവർ വളരെ സ്നേഹബന്ധനായിരുന്നു. ആ അറാബിയല്ല, അറാബിയുടെ ഉപ്പ എന്റെ ഉപ്പയായ ഉമറുമായിട്ട് ഉറ്റ സ്നേഹബന്ധമുണ്ടായിരുന്നു. വൈന്നി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുമുണ്ട്. ഇന്ന അബറൽ ബിർരി സിലത്തുൽ വലദി അഹ്ല വുദ്ദി അബീഹി, ഏറ്റവും നല്ല പുണ്യത്തിൽപ്പെട്ടതാണ് ഉപ്പാന്റെ പ്രിയപ്പെട്ട ആളുകളുമായിട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളെ പ്രിയപ്പെട്ട ആളുകളുമായിട്ട് ബന്ധം വെക്കുക, ബന്ധം നന്നാക്കുക, ബന്ധം ചേർക്കുക എന്നുള്ളത് വളരെ പുണ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുമുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം. ഇങ്ങനെയാണ് സ്വഹാബികൾ ദീനിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെയാണ് സലഫുകൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടത് എല്ലാ മേഖലയിലും. നമ്മൾ സലഫുകളുടെ മൻഹജ് പിൻപറ്റുക എന്ന് പറയുമ്പോൾ ദീനിന്റെ എല്ലാ മേഖലയിലും അത് വേണം. ഒരാൾ പറയാണ് ഞാൻ വിശ്വാസത്തിൽ സലഫികളുടെ മൻഹജ് പിൻപറ്റും, അല്ലെങ്കിൽ പിന്നെ അമലുകളിൽ ഞാൻ വേറെ ഏതെങ്കിലും ആളുകളാണ്, അയാൾ എങ്ങനെ സലഫിയാവുക? അല്ലെങ്കിൽ അയാൾ പറയുകയാണ് ഞാൻ കർമ്മത്തിൽ സലഫുകൾ ചെയ്യുന്നത് പോലെയാണ് ചെയ്യുക, എന്റെ വിശ്വാസം എന്നാൽ ഇന്ന വിശ്വാസമാണ്, അയാൾ എങ്ങനെ സലഫിയാവുക? അല്ലെങ്കിൽ സലഫുകളുടെ മൻഹജ് പിൻപറ്റുന്നവനാവുക? അതുപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കാര്യമാണ് അഖ്ലാഖ്, സംസ്കാരം, സ്വഭാവം, സംസ്കാരം. അതിൽപ്പെട്ട കാര്യങ്ങളാണിത്. നമ്മൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ സലഫുകൾ എങ്ങനെയാണ് അയൽവാസികളോട് ബന്ധം വെച്ചിരുന്നത് എന്നുള്ളത്? സലഫുകൾ എങ്ങനെയാണ് മാതാപിതാക്കളോട് പുണ്യം ചെയ്തിരുന്നത് എന്നുള്ളത്? സലഫുകൾ എങ്ങനെയാണ് അതിഥിയെ സൽക്കരിച്ചിരുന്നത് എന്ന്? അവരുടെ മാർഗം നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ ഓരോ മേഖലയിലും എങ്ങനെയായിരുന്നു അവർ എന്ന് പഠിക്കുകയും അതുപോലെ ആകാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും വേണം. അങ്ങനെ പരിശ്രമിച്ച് അവരെ പോലെ ദീനിനെ വിശ്വാസത്തിലും കർമ്മത്തിലും സംസ്കാരത്തിലും കൊണ്ടു നടക്കുന്നവനാണ് പരിപൂർണമായിട്ടുള്ള സലഫി മൻഹജ് പിൻപറ്റുന്ന ഒരുവനായിട്ട് അല്ലെങ്കിൽ സലഫിയായിട്ട് ഒരാൾ മാറുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കളുമായി പുണ്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരോട് തർക്കിക്കാതിരിക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞതിൽപ്പെട്ടതാണ്. അഥവാ ചില ആളുകൾ തർക്കുത്തരം പറയാന്ന് പറയും. ഉമ്മ എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചു വേറെന്ന് പറയും, പാപ്പ എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചു വേറെന്ന് പറയും, അല്ലെങ്കിൽ ഉമ്മാനും ഉപ്പാനെയും കളിയാക്കും. ആ നിലക്കുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മാതാപിതാക്കളുമായി തർക്കിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദത്തിനേക്കാൾ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. അവരുടെ സംസാരത്തേക്കാൾ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. സൽഫുകളിൽ ചിലർ ഉമ്മാനോടോ ഉപ്പാനോടോ സംസാരിച്ച സമയത്ത് ദേശം ശബ്ദം ഉയർന്നു പോയതുകൊണ്ട് 2 അടിമയെ മോചിപ്പിക്കേണ്ടായി. അത് പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് 2 അടിമകളെ മോചിപ്പിച്ച സംഭവങ്ങളെല്ലാം കാണാം. അപ്പോൾ ഒരിക്കലും അവരെക്കാൾ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവരിങ്ങോട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇന്ന് പൊതുവെ ആളുകൾ, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, നമ്മോട് ഒരാൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിലോ അധികം മൊബൈലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലോ ഒക്കെ മുഴുകിപ്പോവുക എന്നുള്ളത്. മാതാപിതാക്കൾ സംസാരിക്കുമ്പോൾ അവരിലേക്ക് ശ്രദ്ധിച്ച് അവർ പറയുന്നത് എന്താണെന്ന് കേട്ട് ശ്രദ്ധയോടുകൂടി നിൽക്കുക എന്നുള്ളത് അവരോട് കാണിക്കേണ്ട അദബാണ്. അവർ പറയുന്നത് ശ്രദ്ധയോട് കൂടി കേൾക്കുക എന്നുള്ളത്.
അബ്ദുറസാഖ് ബിൻ താവൂസ് ബിൻ കൈസാൻ സലഫുകളിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, മിനസ്സുന്ന അൻ യുവഖ്ഖറ അർബഅ, സുന്നത്തിൽപ്പെട്ട അഥവാ ദീനിൽപ്പെട്ട കാര്യമാണ് 4 കൂട്ടർക്ക് അവർക്ക് ആദരവ് നൽകുക, ബഹുമാനിക്കുക എന്നുള്ളത്. 1 അൽ ആലിം, അറിവുള്ള ഒരാൾക്ക്. 2 വദ്ദുശൈബ, നരബാധിച്ചിട്ടുള്ള വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ഒരാൾക്ക്. വസുൽത്താൻ, ഭരണാധികാരിക്ക്. വൽവാലിദ്, പിതാവിന് അഥവാ മാതാപിതാക്കൾക്ക് അവർക്കൊരു വഖാറത്ത് നൽകുക എന്നുള്ളത് എന്താണ്, പിന്നെ സുന്നത്തിൽ ദീനിൽപ്പെട്ട കാര്യമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇന്ന മിനൽ ജഫാ അൻ യദ്ഉ അർ-റജുലു വാലിദഹു ബിഇസ്മിഹി, ഒരാൾ അവന്റെ ഉപ്പയെ പേര് വിളിക്കുക എന്നുള്ളത് അവരെ ആക്ഷേപിക്കുന്ന, ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കളിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ, നേരത്തെ പറഞ്ഞതുപോലെ ത്വൽഖ് ബിൻ ഹബീബ് ചെയ്തതുപോലെ അവരുടെ ഉമ്മാന്റെ നെറ്റിയിൽ ചുംബിക്കുക, അതുപോലെ തന്നെ സലാം പറയുക, അതുപോലെ കൈ കൊടുക്കുക, ഉപ്പയൊക്കെ പറ്റുമെങ്കിൽ ആലിംഗനം ചെയ്യുക, ഇതൊക്കെ അവരോട് ചെയ്യുന്ന പുണ്യത്തിൽ പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഉമ്മാക്ക് എങ്ങനെയൊക്കെ പുണ്യം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യുക. അത് വീട്ടിൻ്റെ അകത്താവുമ്പോൾ ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ചെയ്യാൻ നമുക്ക് കഴിയുന്നത് പോലെ പരിശ്രമിക്കുക എന്നുള്ളത്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹറമിലുണ്ട്, ഉംറയോ മറ്റോ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഒരു യമനിൽ നിന്നുള്ള ഒരു വ്യക്തി കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഒറ്റയ്ക്കല്ല തവാഫ് ചെയ്യുന്നത്. ഹമല ഉമ്മഹു വറാഅ ളഹ്രിഹി, തവാഫ് ചെയ്യാൻ സാധിക്കാത്ത, നടക്കാനൊന്നും കഴിയാത്ത ഉമ്മാനെ മുതുകിലേറ്റിയിട്ടാണ് തവാഫ് ചെയ്യുന്നത്. അങ്ങനെ ആ തവാഫ് ചെയ്യുന്ന സമയത്ത് ആ മകൻ പറയുന്നുണ്ട്, ഇന്നി ലഹ ബഈറുഹ അൽ മുദല്ലൽ ഇൻ ഉദ്ഇറത് റികാബുഹ ലം ഉദ്അർ, ഞാനിത് എൻ്റെ ഉമ്മാക്ക് ഒരു ഒട്ടകം പോലെയാണ്, ഉമ്മാക്ക് മടുത്താലും എനിക്ക് മടുക്കൂല, അങ്ങനെ ചെയ്യുന്നുള്ള നിലയ്ക്ക് ഒരു കവിത പാടുന്നുണ്ട്. അങ്ങനെ ഇത് ചെയ്ത് തവാഫൊക്കെ കഴിഞ്ഞിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ആ വ്യക്തി വന്ന് ചോദിച്ചു, ഇബ്നു ഉമർ അതുറാനി ജസൈതുഹ, ഇബ്നു ഉമർ, ഞാൻ എൻ്റെ ഉമ്മാക്കുള്ള പ്രതിഫലമൊക്കെ ചെയ്ത് വീട്ടിയോ? ഞാൻ അപ്പോൾ ഇതെങ്ങനെ ഉമ്മാനെ ഏറ്റിയിട്ട് അവിടുന്ന് വന്നു, ഇവിടെ തവാഫ് ചെയ്തു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഉമ്മാക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തോ, ഉമ്മാക്ക് പകരമായോ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വലാ ബിസഫ്റത്തിൻ വാഹിദത്തിൻ, ഇല്ല, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് നിന്നെ പുറന്തള്ളാൻ വേണ്ടി ആ ഒരു വിടുന്ന ഒരു ശ്വാസത്തിൽ ആ നീ പുറത്തേക്ക് ജനിക്കുന്ന സമയത്ത് ഒരു നിശ്വാസത്തിന് പോലും അത് പകരമായിട്ടില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം. അതായത് ഭൗതികമായി നോക്കുകയാണെങ്കിൽ പോലും, അഥവാ ദീനിന്റെ അധ്യാപനങ്ങളല്ലാതെ ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ പോലും ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കാൻ എത്രത്തോളം ത്യാഗം സഹിക്കുന്നുണ്ട്, എത്രത്തോളം വേദന സഹിക്കുന്നുണ്ട്. അതല്ല മാതാപിതാക്കൾ പുണ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനം. ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കരുത്. മാതാപിതാക്കൾ, ചില ആളുകൾ ഇപ്പൊ ദീനി ആയിട്ട് സംസാരിക്കുന്ന ആളുകൾ തന്നെ അവർ ഉമ്മ സഹിച്ച ത്യാഗവും ഉമ്മാന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനോടുള്ള കടമയും സ്നേഹവും പറയും. അതൊരു ഭാഗമാണ്. പക്ഷെ അതല്ല ഉമ്മാനോടുള്ള കടമയുടെ അടിസ്ഥാനം. ഉമ്മാനോട് കടമ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, അതല്ലാതെ ഇപ്പോ ഒരു ഉമ്മ എല്ലാ ഉമ്മമാരും ഇപ്പൊ ഒരു കാഫിർ, ആ കാഫിറായ ഉമ്മ ആ കുട്ടിയെ പ്രസവിക്കുന്നത് അതേ വേദന സഹിച്ചിട്ടാണ്. അതും പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ എത്ര വേദന സഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ഉമ്മ പറയാണ് നീ മുസ്ലിം ആകരുത് എന്ന് പറഞ്ഞ ഉമ്മാനെ അനുസരിക്കാൻ പറ്റുമോ? പറ്റൂല. ഉമ്മാനെ അനുസരിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനയുടെ പേരിലാണ്, അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണ് അതിന്റെ അടിസ്ഥാനം. പക്ഷേ ഇത് നമ്മൾ പരിഗണിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഒരു മുഅ്മിൻ അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ആ ഉമ്മ സഹിച്ചിട്ടുള്ള ത്യാഗം എത്ര വലുതാണ്. ആദ്യത്തെ ഹക്ക് അള്ളാഹുവിനോടാണ്, രണ്ടാമത്തേത് സൃഷ്ടികളിൽ ഉമ്മയോടാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ നാം യാത്ര പോകരുത് എന്നുള്ളത്. അഥവാ എങ്ങോട്ടെങ്കിലും പോവുകയാണ് എങ്കിൽ അവരോട് അനുവാദം ചോദിക്കണം. കാരണം അവർക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും നമ്മളെ. ഇനി അതെല്ലാം നിർബന്ധമായിട്ട് പോയേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് എങ്കിൽ ഉദ്ർ അവരുടെ മുമ്പിൽ ബോധിപ്പിക്കണം. അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള എല്ലാവിധ പരിശ്രമവും ചെയ്യണം. ഞാൻ ഇന്നൊരു കാര്യം കൊണ്ടാണ് പോകുന്നത് എന്ന നിലക്കുള്ള ഉദ്ർ ബോധിപ്പിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇനി പോയാൽ തന്നെയും അവരുമായിട്ടുള്ള ബന്ധം ഇന്ന് വളരെ സുഖമാണ്. അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ
ആ ബന്ധം നിലനിർത്തുന്ന അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുബായിഉ അലൽ ഹിജ്റ. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ബൈഅത്ത് ചെയ്യാണ്, ഹിജ്റ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ബൈഅത്ത് ചെയ്യാണ്, ഹിജ്റ ചെയ്ത് വരികയാണ് എന്ന നിലക്ക്. വതറക അബവൈഹി യബ്കിയാൻ. പക്ഷേ അയാൾ വന്നത് അയാളുടെ മാതാപിതാക്കൾ കരയുന്ന അവസ്ഥയിൽ വിട്ടിട്ടാണ്. അഥവാ ഉപ്പാന്റെ ഇമ്മാന്റെയും സമ്മതമല്ല, ഉപ്പാക്കും ഉമ്മാക്കും അയാൾ ആവശ്യക്കാരനാണ്, അങ്ങനെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി ഇലൈഹിമാ, നീ അവരുടെ അടുക്കിലേക്ക് പോവുക. വഅദ്ഹിഖ്ഹുമാ കമാ ബകൈതഹുമാ, നീ കരയിപ്പിച്ചതുപോലെ അവരെ ചിരിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിയോട് പറയാണ്. അഥവാ അവർക്ക് ഈ മകൻ ആവശ്യക്കാരനാണ്, അതുകൊണ്ട് തന്നെ ഈ മകൻ പോകുന്നതിൽ അവർ വിഷമത്തിലാണ്, അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി പറയുകയുണ്ടായി. മറ്റൊരു റിവായത്തിൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, അന്ന റജുലൻ ഹാജറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ യമൻ. ഒരിക്കൽ യമനിൽ നിന്നൊരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുക്കലേക്ക് ഹിജ്റ ചെയ്തു വന്നു. ഫഖാല ഹൽ ലക അഹദുൻ ബിൽ യമൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് ആരെങ്കിലും യമനിലുണ്ടോ? ഖാല അബവായ്, എൻ്റെ ഉപ്പയും ഉമ്മയും ഉണ്ട് എന്ന് പറഞ്ഞു. ഖാല അദിനാ ലക്, അവർ നിനക്ക് അനുവാദം തന്നോ ചോദിച്ചു. ഖാല ലാ, അയാൾ പറഞ്ഞു, ഇല്ല, അനുവാദം തന്നിട്ടില്ല, എന്നോട് പോകണ്ടെന്നാ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി ഇലൈഹിമാ ഫസ്തഅ്ദൻഹുമാ ഫഇൻ ഉദിനാ ലക് ഫജാഹിദ് വഇല്ലാ ഫബർറഹുമാ. നീ പോയിട്ട് അവരോട് അനുവാദം ചോദിക്കുക. അവർ അനുവാദം തന്നാൽ നീ ജിഹാദിന് പങ്കെടുത്തോ, നീ വന്നോ, ജിഹാദിനായിട്ട് വന്നോ. അതല്ല എങ്കിൽ നീ അവർക്ക് പുണ്യം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഓരോ സാഹചര്യമാണ്. അതാ മാതാപിതാക്കൾക്ക് അവൻ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് അവരെ വിഷമിപ്പിച്ചുകൊണ്ട് അവരുടെ അനുവാദമില്ലാതെ ഹിജ്റയോ ജിഹാദോ ആവട്ടെ പോരുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ തഖ്വയും ഈമാനും അറിവും നമുക്ക് ദീനിന്റെ വിഷയത്തിൽ ഉണ്ടാവുകയുമില്ല. അതുപോലെ മാതാപിതാക്കളോട് കാണിക്കേണ്ട അദബിൽ മര്യാദയിൽപ്പെട്ട പൊതുവായിട്ടുള്ളൊരു മര്യാദയാണ് മാതാപിതാക്കളോട് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അവരുടെ അനുവാദമില്ലാതെ അവരുടെ മുറികളിലേക്ക് പ്രവേശിക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ വീടുകളിൽ മാതാപിതാക്കളോട് കാണിക്കേണ്ട അദബിൽ പെട്ടതാണ് അവരുടെ അനുവാദമില്ലാതെ അവരുടെ റൂമുകളിൽ പ്രവേശിക്കാതിരിക്കുക എന്നുള്ളത്. പൊതുവായിട്ടുള്ള അദബാണ്. ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോഴാവട്ടെ, വീടിനകത്തുള്ള റൂമുകളിൽ പ്രവേശിക്കുമ്പോഴാകട്ടെ അറിയിച്ചുകൊണ്ട് പ്രവേശിക്കുക, അല്ലെങ്കിൽ അനുവാദം ചോദിക്കുക. ഇപ്പോൾ സ്വന്തം ഭാര്യയുടെ അടുക്കലേക്ക്, ഇപ്പോൾ സ്വന്തം റൂമാണ്, തൻ്റെ ഭാര്യയാണ് അവിടെ ഉണ്ടാവുള്ളൂ എങ്കിൽ കൂടി വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എല്ലാം കയറുന്ന സമയത്ത് തൊണ്ട എന്ന് അനക്കി ശബ്ദമുണ്ടാക്കിയിട്ടേ കയറാറുള്ളൂ എന്ന് കാണാം. അത് പൊതുവായിട്ടുള്ള അദബാണ്. സൂറത്തുൻ നൂറിൽ എല്ലാം പറഞ്ഞിട്ടുള്ളത് പോലെ ഇതിൽ പ്രധാനമായും 3 സമയങ്ങൾ മിൻ ഖബ്ലി സ്വലാത്തുൽ ഫജ്ർ വഹീന തളഊന സിയാബകും മിനൽ ളഹീറ വമിൻ ബഅദി സ്വലാത്തുൽ ഇശാ. ഫജ്റിന് മുമ്പും ഇശാന് ശേഷവും പിന്നെ ഉറങ്ങാൻ വിശ്രമിക്കുന്ന ളുഹറിന്റെ ആ സമയത്തെല്ലാം. അത് അന്ന് കാലത്ത് ഡോറും സൗകര്യമൊന്നും ഇല്ലാത്ത വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരായത്താണെങ്കിലും ഇന്നും ആ അദബുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അനുവാദമില്ലാതെ മാതാപിതാക്കളുടെ മുറിക്കകത്ത് എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, എൻ്റെ വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, പ്രവേശിക്കാൻ പാടില്ല, അനുവാദം ചോദിക്കണം. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാതാപിതാക്കളുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും വിഷയത്തിൽ അവർക്കൊരു ആദരവ് കൊടുക്കണം. അഥവാ അവർ കഴിച്ചോ എന്നുള്ളത് അന്വേഷിക്കണം. ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷണം അവർക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ചോളാൻ പറഞ്ഞ് അവർക്ക് വേണ്ട എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു ഇഷ്ടമുള്ള ഒരുമിച്ച് കഴിക്കുകയാണ്, ഉമ്മയും എല്ലാവരും ഒരുമിച്ച് കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മാംസമുണ്ട് അല്ലെങ്കിൽ ഒരു വിഭവമുണ്ട്, നമ്മളെന്ത് ചെയ്യും, നമ്മൾ വേഗം അത് നമ്മളെടുത്തിട്ട് കഴിക്കാൻ നോക്കും. പക്ഷെ അങ്ങനെയല്ല, ഉമ്മാക്കുപ്പാക്കും അത് വേണോ എന്നുള്ളത് ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കേണ്ടത്. അത് അവരോട് കാണിക്കേണ്ട അദബാണ്. മുഹമ്മദ് ഇബ്നു ശിഹാബ് അസ്-സുഹരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു കാണാം, അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ്, അലി റളിയല്ലാഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ അലി സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന സാഹിദും ആബിദുമായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെയധികം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയുടെ ആധിക്യത്താൽ ലാ യക്കുലു മഅ ഉമ്മിഹി, ഉമ്മാന്റെ ഒപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് പേടിയായിരുന്നു. അദ്ദേഹം കഴിക്കാറുണ്ടായിരുന്നില്ല. വക്കാന അബർറന്നാസ് ബിഹ, ഉമ്മാനോട് ഏറ്റവും പുണ്യം ചെയ്യുന്ന ആളുമായിരുന്നു.
അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്ര ഉമ്മാനോട് പുണ്യം ചെയ്തിട്ട് ഉമ്മാന്റെ ഒപ്പം ഇരുന്ന് എന്താ ഭക്ഷണം കഴിക്കാത്ത എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി, അഖാഫു അൻ ആകുല മഅഹാ ഫതസ്ബിഖു ഐനുഹാ ഇലാ ഷൈഇൻ മിന അത്അാമി വഅന ലാ അഅലമു ബിഹി. എനിക്ക് പേടിയായിട്ടാണ്, ഞാൻ ഉമ്മയെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഉമ്മ കഴിക്കാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും ഒരു സാധനം അത് ഉമ്മ എടുക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്തു പോകുമോ എന്ന് പേടിച്ചിട്ടാണ്, ഫാക്കുലു അങ്ങനെ ഞാനത് തിന്നുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാനത് ചെയ്യാത്ത. അങ്ങനെ ചെയ്തു പോയാൽ ഫകൂനു ഖദ് അഖഖ്തുഹ, ഞാൻ ഉമ്മാനെ ഉപദ്രവിച്ചൊരു കൂട്ടത്തിലായി പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത്രത്തോളം അവർ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നതെല്ലാം ഭയപ്പെട്ടിരുന്നു. പിന്നെ പൊതുവായിട്ടുള്ളതാണ്, ഇത് എപ്പോഴും എല്ലാ സമയത്തും ഉള്ളതാണ്, മാതാപിതാക്കളോട് കളവ് പറയരുത്, ആരോടും കളവ് പറയാൻ പാടില്ല. അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ ഹഖാണ്, അവർക്കാണത് ഏറ്റവും അർഹമായിട്ട് ഉള്ളത്. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ഭാര്യയ്ക്ക് മാതാപിതാക്കളെക്കാളോ അല്ലെങ്കിൽ മാതാപിതാക്കൾ കാരണത്താൽ ഭാര്യയ്ക്കുള്ള ഹക്ക് വീട്ടിൽ കൊടുക്കാതിരിക്കുന്ന അവസ്ഥയോ, ഇനി മക്കളാവട്ടെ ആരോ ആവട്ടെ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതായത് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഇനി പിന്നെ സാധാരണ ആൺകുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉമ്മാനോടുള്ള ഹക്കാണോ ഭാര്യയോടുള്ള ഹക്കാണോ ഏതാണ് എങ്ങനെയാണ് വീട്ടേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം. അത് ഓരോ വ്യക്തികൾക്കും ഓരോ വ്യത്യസ്തമായിരിക്കും. പക്ഷേ രണ്ടു കൂട്ടരോടുമുള്ള ഹക്ക് വീട്ടിൽ കൊടുക്കണം. അതിൽ നമ്മുടെ വിഷയം മാതാപിതാക്കളായതുകൊണ്ട് നമ്മൾ പ്രത്യേകം പറയുന്നു, മാതാപിതാക്കളെ ആരുടെ പേരിലും വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിദർ റബ്ബി ഫി റിദൽ വാലിദ് വസഖത്തുർ റബ്ബി ഫി സഖത്തിൽ വാലിദ്. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ് എന്ന് കാണാം. അതുപോലെ തന്നെ ധാരാളം അസറുകളിൽ സ്വർഗത്തിന്റെ കവാടങ്ങളാണ് മാതാപിതാക്കൾ എന്ന നിലക്കും വന്നത് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ഉണ്ട്, നമുക്ക് പറയാം. മറ്റൊന്ന്, മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ഇന്ന് കുട്ടികളും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവരെക്കാൾ ഉയർന്ന സ്ഥലത്ത് ഇരിക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഉമ്മയോ ഉപ്പയോ താഴ്ത്തിരിക്കുകയാണ്, അപ്പോൾ ഒരു മനസ്സിലാക്കുക, വീട്ടിൽ താഴ്ത്തിരിക്കുക, നമ്മൾ കസാരയിൽ അവരെക്കാൾ മേലെ ഇരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇനി അങ്ങനെ ഇരിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറയാം, ഞാൻ അവിടെ ഇരിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് അവരോട് അനുവാദം ചോദിക്കുക. അതുപോലെ തന്നെ അവരുടെ നേരെ കാല് നീട്ടി ഇരിക്കാതിരിക്കുക എന്നുള്ളത്. കാല് നീട്ടി, ഇന്നത്തെ കുട്ടികൾക്ക് തീരെ അതുപോലെ അറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരിക്കൽ മസ്ജിദിൽ വെച്ച് ഉപ്പ കിടക്കുകയാണ്, ആ ഉപ്പാനെ കുട്ടി എഴുന്നേൽപ്പിക്കുന്നത് കാലുകൊണ്ട് ഉപ്പാന്റെ കൈ തട്ടിയിട്ടാണ് എഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെയാണ് എഴുന്നേൽപ്പിക്കുന്നത്. ഉപ്പാക്കത് പ്രശ്നമല്ല, പക്ഷേ അതൊരിക്കലും ഒരു മകൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഉമ്മാന്റെയോ ഉപ്പാന്റെയോ നേരെ കാല് നീട്ടി തന്നെ ഇരിക്കാൻ പാടില്ല. അതുപോലെയുള്ള ഏത് കാര്യവും, ഇപ്പൊ ഉമ്മ ഇരിക്കുന്നുണ്ട് കസാരയിൽ തന്നെയാണ്, പക്ഷെ മകനോ മകളോ ആവട്ടെ കാല് കയറ്റി വെച്ചിരിക്കുക, ആ നിലക്കുള്ള അതബില്ലാത്ത ഇരുത്തങ്ങളൊന്നും ഇരിക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. സലഫിൽപ്പെട്ട മുഹമ്മദ് ബിൻ മുൻകദിർ ഉമ്മാനോടുള്ള ബഹുമാനം കാണിച്ചിരുന്നത് കാണാം. അദ്ദേഹത്തിന്റെ കവിള് തല നിലത്ത് വെച്ച് കവിള് താഴ്ത്തു വെക്കുമായിരുന്നു. എന്നിട്ട് ഉമ്മാനോട് പറയും, നിങ്ങളുടെ കാലുവാണെങ്കിൽ എൻ്റെ കവിളത്ത് വെച്ചോളിയും എന്ന് പറയാറുണ്ടായിരുന്നു. കാരണം അത്രയും ആ ഒരു ബഹുമാനയും താഴ്മയും കാണിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രണ്ടാളുകൾ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടു. അപ്പൊ അതിലൊരാളോട് അബൂ ഹുറൈറ ചോദിച്ചു, മാ ഹാദാ മിൻക, ഇയാൾ നിന്റെ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഫഖാല അബി, മകൻ പറഞ്ഞു ഇതെന്റെ ഉപ്പയാണെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുസമ്മിഹി ബിസ്മിഹി, നീ നിന്റെ ഉപ്പാനെ പേര് വിളിക്കരുത്, പേര് വിളിച്ചിട്ട് നീ ഉപ്പാനോട് പേര് വിളിക്കരുത്. വലാ തംശി അമാമഹു, ഉപ്പാന്റെ മുന്നിൽ നടക്കുകയും ചെയ്യരുത്. അഥവാ ഉപ്പാന്റെ മുന്നിൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, അത് ബഹുമാനക്കുറവാണ്. അപ്പോൾ ഉപ്പയല്ല, ഉസ്താദുമാരാവട്ടെ, നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളാവട്ടെ, അവരുടെ മുമ്പിൽ നടക്കുക എന്ന് നടക്കേണ്ടി വന്നാൽ അവരുടെ അനുവാദം ചോദിക്കുക, അങ്ങനെ പോട്ടെ എന്ന നിലക്ക് അനുവാദം ചോദിക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കൾ. അതുപോലെ തന്നെ വലാ തജ്ലിസ് ഖബ്ലഹു, അവരിയ്ക്കുന്നതിന് മുമ്പ് ഇരിക്കാനും പാടില്ല. ഒരു സദസ്സിൽ പോവുകയാണ് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി പോവുകയാണ്, അപ്പോൾ അവരിയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെ കയറി ഇരിക്കാൻ പാടില്ല, അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കയറി ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ മാതാപിതാക്കളോട് ശ്രദ്ധിക്കേണ്ട, അവരെ ബഹുമാനിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി പ്രായമായി സമ്പാദിക്കാനും വരുമാനവും എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും വാപ്പാന്റെ മുമ്പിൽ ഞാൻ വാപ്പാനേക്കാൾ സമ്പത്തുള്ളവനാണ് എന്ന നിലക്ക് ഒരു കിബിർ കാണിക്കാൻ പാടില്ല.
അതായത് വാപ്പ എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടാവും, മകൻ പിന്നീട് വലിയ പണക്കാരനായേക്കാം, അള്ളാഹു റിസ്ക് നൽകിയേക്കാം. അങ്ങനെ നൽകിയാൽ വാപ്പാന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഈ നിലക്കായി, എനിക്ക് നല്ല ഇതിലുണ്ട് എന്ന നിലക്ക് ഒരു ചെറിയ വാക്ക് കൊണ്ട് പോലും ഉപ്പാനോട് ആ നിലക്കുള്ള ഒരു സംസാരം ഉണ്ടാകാൻ പാടില്ല, ആ നിലക്കുള്ള ഒരു പെരുമാറ്റം ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് കുടുംബത്തിന് ചിലവഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല, തൂർത്തും കാണിക്കാൻ പാടില്ല, പിശുക്കും കാണിക്കാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മർഫൂആയ റിവായത്തിൽ കാണാം, ദീനാറുൻ അൻഫഖഹു ഫീ സബീലില്ലാഹ്, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ അഥവാ യുദ്ധത്തിന് ജിഹാദിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ദീനാർ, വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ, അടിമമോചനത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ, വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീനിൻ, ഒരു മിസ്കീനിന് നീ സദഖയായി കൊടുക്കുന്ന ദീനാർ, വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ കീഴിലുള്ള നിന്റെ കുടുംബത്തിന്, മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഇവർക്കൊക്കെ ചെലവഴിക്കുന്ന ഒരു ദീനാർ, അഅ്ളമുഹാ അജ്റൻ അല്ലദി അൻഫഖ്തഹു അലാ അഹ്ലിക്, അതിൽ ഏറ്റവും പ്രതിഫലമുള്ളത് നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച ദീനാറാണ്. അപ്പോ നീ ജീവിച്ചിരിക്കെ അല്ലെങ്കിൽ നിനക്ക് സമ്പത്തുണ്ടായിരിക്കെ നീ മാതാപിതാക്കളുടെ മേലെ ചെലവഴിക്കാതിരിക്കുക എന്ന് നിനക്ക് നാണക്കേടാണ്. മാത്രമല്ല നാളെ നിന്റെ മക്കളിൽ നിന്ന് അത് കാണുകയും ചെയ്യും. കമാ തദീനു തുദാൻ, കൊടുത്തതേ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന ഒരു വാക്ക് അറിയപ്പെട്ട കാര്യമാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളെ സന്ദർശിക്കുക. ഇപ്പൊ പല കാരണങ്ങളാൽ വേറെ നാട്ടിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ ഒക്കെ ആണെങ്കിൽ അവരെ സന്ദർശിക്കുക, അവർക്ക് സമ്മാനങ്ങൾ നൽകുക, അവരെ ചെറുപ്പത്തിൽ വളർത്തി വലുതാക്കിയതിന് അവർക്ക് നന്ദി അവരെ അറിയിക്കുക. എന്നെ ചെറുപ്പത്തിൽ നോക്കിയതിന് ഉമ്മ നിങ്ങൾക്ക് അള്ളാഹ് പ്രതിഫലം നൽകട്ടെ, അള്ളാഹ് നിങ്ങൾക്ക് അതിന് കൂലി നൽകട്ടെ, അല്ലെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്ത് നൽകട്ടെ, ഉപ്പ എന്നെ വളർത്തി വലുതാക്കിയതിന് അള്ളാഹ് നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ, ഈ നിലക്ക് പറയണം എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അഖീഖ് എന്ന പ്രദേശത്ത്, അദ്ദേഹത്തിന്റെ ഉമ്മ അവിടെയാണ് താമസം. അങ്ങനെ ആ ഉമ്മ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അബൂ ഹുറൈറ ഉറക്കെ വിളിച്ചു പറയും, അലൈക്കിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു യാ ഉമ്മത്താ, ഉമ്മ നിങ്ങൾക്ക് സലാം, അള്ളാഹുവിന്റെ രക്ഷയൊക്കെ ഉണ്ടാവട്ടെ. ഉമ്മ തിരിച്ചു പറയും, വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നിനക്കും അതുപോലെ അള്ളാഹുവിന്റെ രക്ഷയും റഹ്മത്തും ബറക്കത്തും ഒക്കെ ഉണ്ടാവട്ടെ. എന്നിട്ട് അബൂ ഹുറൈറ തിരിച്ചു പറയും, റഹിമക്കില്ലാഹ് റബ്ബൈതിനി സഗീറ, അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചൊരിയട്ടെ, നിങ്ങൾ എന്നെ ചെറുപ്പത്തിൽ വളർത്തി വലുതാക്കിയല്ലോ. ഫതഖൂൽ, അപ്പൊ ഉമ്മ തിരിച്ചു പറയും അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട്, യാ ബുനയ്യ, എന്റെ മോനെ, വഅൻത ഫജസാകല്ലാഹു ഖൈറൻ വറളിയ അൻക കമാ ബറർതനി കബീറ, ഈ പ്രായമായപ്പോൾ നീ എന്നോട് കാണിക്കുന്ന ഈ പുണ്യത്തിന് അള്ളാഹു നിന്നെ തൃപ്തിപ്പെടുകയും നിനക്ക് അർഹമായ പ്രതിഫലവും നൽകട്ടെ എന്നുമ്മ തിരിച്ചും അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്തതാണ് ഏറ്റവും വലിയ നമുക്ക് ചെയ്ത സഹായം. അതിനവരോട് ഭൗതികമായ നിലയ്ക്ക് അതിനവരോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. പിന്നെ അറിയുന്ന കാര്യമാണ്, പിന്നെ ഉമ്മാക്ക് ഏറ്റവും നല്ല രീതിയിൽ സമയം ചെലവഴിക്കേണ്ടതും സുഹബത്ത് ഉണ്ടാവേണ്ടതും അല്ലെങ്കിൽ പുണ്യം ചെയ്യേണ്ടതും ഉമ്മാനോടാണ് എന്നുള്ളത്. 3 തവണ അള്ളാഹുവിന്റെ റസൂൽ ഉമ്മുഖ് എന്ന് പറഞ്ഞത്, പിന്നെ അബൂഖ് എന്ന് പറഞ്ഞ ഹദീസ് നമുക്കറിയാം. ഇയാസ് ബിൻ മുആവിയ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം കരയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തിനാ മായുബിക്ക്, എന്തിനാ ഇങ്ങനെ കരയുന്നത് ചോദിച്ചു. ഉമ്മ പ്രായമായി മരണപ്പെട്ടു, എന്തിനാ ഇപ്പൊ ഇങ്ങനെ കരയണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാനലി ബാബാനി മഫ്തൂഹാനി ഇൽ ജന്ന, എനിക്ക് സ്വർഗത്തിലേക്കുള്ള 2 കവാടങ്ങൾ തുറന്നതായിട്ടുണ്ടായിരുന്നു. ബഹുല്ലിക ഹദുഹുമാ, ഒന്നിതിപ്പ അടക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഒന്നിതാ ഇപ്പോൾ അടഞ്ഞു പോയിട്ടുണ്ട്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു, അതാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറയുകയുണ്ടായി. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന, അവരോട് ഉഖൂഖ് ചെയ്യുന്ന, അവരെ ഉപദ്രവിക്കുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഗൗരവത്തിൽ വൻപാപത്തിൽ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഉഖൂഖുൽ വാലിദൈൻ. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ഉപദ്രവമായി തീരുന്ന ഒരു അവസ്ഥ നമ്മളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, ദുനിയാവും പരലോകവും നശിക്കാൻ അത് മതി. അത്ര ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ ആലോചിച്ചാൽ മതി, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന എത്ര പ്രതിഫലമുള്ള കാര്യമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നത് എങ്കിൽ അവരെ ഉപദ്രവിക്കുന്നത് എത്രത്തോളം ഗൗരവമുള്ള കാര്യമായിരിക്കും. പല ഹദീസുകൾ, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽഊനുൻ മൻ അഖ്ഖ വാലിദൈഹി,
മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഒരു അസറിൽ കാണാം, മാതാപിതാക്കളെ കരയിപ്പിക്കുക എന്നുള്ളത് അവരെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, അള്ളാഹു തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞിട്ട് അൽ ആഖുലി വാലിദൈഹി, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ എന്ന് കാണാം. മുഹമ്മദ് ഇബ്നു മുഹൈദീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, മൻ മശാ ബൈന യദൈ അബീഹി ഫഖദ് അഖ്ഖഹു, ഒരാൾ അവന്റെ ഉപ്പാന്റെ മുന്നിലൂടെ നടന്നാൽ തന്നെ അത് ഉപ്പാനോടുള്ള ഉപദ്രവമാണ്. ഇല്ലാ യംശി ഫയുമീതു ലഹുൽ അദാ അൻ തരീഖി, എന്തിനല്ലാതെ ഉപ്പാന്റെ വഴിയിലുള്ള തടസ്സം നീക്കാനല്ലാതെ ഉപ്പാന്റെ മുന്നിൽ കയറി നടക്കുന്നത് തന്നെ ഉപ്പാനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. വമൻ ദഅ അബാഹു ബിസ്മിഹി ഔ ബികുനിയതിഹി ഫഖദ് അഖ്ഖഹു, ആരെങ്കിലും വാപ്പാനെ പേരോ കുഞ്ഞത്തോ വിളിച്ചാൽ തന്നെ അത് ഉപദ്രവിച്ചതിന് തുല്യമാണ്. ഇല്ലാ യഖൂൽ, അവൻ വിളിക്കേണ്ടത് യാ അബതി, എന്റെ ഉപ്പ എന്ന രീതിക്കാണ് വിളിക്കേണ്ടത് എന്ന് പറഞ്ഞത് കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്ക് വളരെ ചിന്തിക്കേണ്ടതാണ്. പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലാ തുസാദിഖ് ആഖൻ, സ്വന്തം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ഒരുവനോട് നീ കൂട്ടുകൂടുകയേ ചെയ്യരുത്, നിന്റെ കൂട്ടുകാരനായിട്ട് അങ്ങനെ ഒരാൾ ഉണ്ടാവുകയേ ചെയ്യരുത് എന്ന് പറയാണ്. ഫഇന്നഹു ലയബറക വഖദ് അഖ മൻ ഹുവ ഔജബ ഹഖൻ മിൻക അലൈഹി, നിന്നേക്കാൾ അവൻ പുണ്യം ചെയ്യേണ്ട, അവന്റെ പുണ്യം ലഭിക്കേണ്ടവരായിട്ടുള്ള ആളുകളോട് ഉപദ്രവിച്ചവനാണ് അവൻ. അവനിൽ നിന്ന് നീ ഒരിക്കലും എന്താവൂല, സുരക്ഷിതനാവില്ല. അതായത് സ്വന്തം ഉമ്മാനും ഉപ്പാനും ബുദ്ധിമുട്ടിക്കുന്നവനിൽ നിന്ന് വേറൊരാളും എന്താകില്ല, സുരക്ഷിതനാകില്ല എന്ന നിലക്ക് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, നീ സമ്പാദിച്ച് നീ വരുമാനം ലഭിക്കുന്ന ഒരാളായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ, പ്രത്യേകിച്ചും ഉപ്പയെ നീ സഹായിക്കണം. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാൻ, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, ഒരു വ്യക്തി വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലേ ഇന്നലി മാലൻ വവലദൻ, റസൂലേ എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് സന്താനങ്ങളുണ്ട്, സമ്പത്ത് ചെലവഴിക്കേണ്ട സന്താനങ്ങളുണ്ട്. വഇന്ന അബി യുരീദു അൻ യഹ്താജ യഖുദ മാലി, എൻ്റെ ഉപ്പാക്ക് എൻ്റെ സമ്പത്തിന് കുറച്ച് ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് സമ്പത്ത് എടുക്കണം എന്നൊക്കെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്, ഉപ്പാക്ക് ആവശ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഉപ്പാക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാൻ്റെയാണ്, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാൻ്റെയാണെന്നാ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഖിസാസ് നടപ്പിലാക്കുന്ന വിഷയത്തിൽ, ഖിസാസ് നടപ്പിലാക്കുമല്ലോ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ വേറൊരാളെ പകരം കൊല്ലണമല്ലോ, ആ വിഷയത്തിൽ വാപ്പ മോനെ കൊന്ന വാപ്പാനെ കൊല്ലാൻ പറ്റുമോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഈ ഒരു ഹദീസിന്റെ വിഷയത്തിലൊക്കെ ചർച്ചയാണ്. അതായത് ഒരാളെ കൊന്നാൽ പകരം തിരിച്ചു കൊല്ലണം, അത് ഇസ്ലാമിക ഖിസാസിന്റെ നിയമമാണ്. പക്ഷേ വാപ്പാക്ക് മോനെ കൊന്നാൽ തിരിച്ച് വാപ്പാനെ കൊല്ലാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഖിലാഫുണ്ട്. കാരണം ഞാൻ ആ മസല പറയാനല്ല ഇത് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഉപ്പാന്റെയാണ് ആ മകൻ എന്നുള്ള എന്നത് അന്ത വമാലുക വബീക്ക് എന്ന് അല്ലി അബീക്ക് എന്നുള്ള പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറ്റുമോ ഇല്ലേ എന്നുള്ള ചർച്ച ഉലമാക്കൾക്കിടയിൽ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടൊരു കാര്യം, ഭാര്യയും മറ്റുമെല്ലാം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കടമയും ഭാര്യയോടുള്ള കടമകളും ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം എന്നുള്ളത്, ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. കാരണം ഹദീസുകളിൽ ഈ രണ്ടിനെയും പ്രാധാന്യവും അതുപോലെ തന്നെ സലഫുകൾ അതിനെ മനസ്സിലാക്കിയ രീതിയും നമുക്ക് ശരിക്ക് അറിവ് വേണം. ഉദാഹരണത്തിന് ഒരു സംഭവം കാണാം. അബ്ദുല്ലാഹ് ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കാന തഹ്തി ഇംറഅത്തുൻ വകുൻതു ഉഹിബ്ബുഹാ, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വകാന ഉമർ യക്റഹുഹാ, പക്ഷേ ഉമർ റളിയല്ലാഹുവിന് എൻ്റെ ആ ഭാര്യനെ ഇഷ്ടമല്ല, അപ്പോൾ ഉപ്പാക്ക് എൻ്റെ ആ ഭാര്യയെ ഇഷ്ടമല്ല. എന്തെങ്കിലും ഉമർ റളിയല്ലാഹു ആണ്, എന്തെങ്കിലും കുഴപ്പം മോകൻ്റെ ദീനിന് മറ്റോ ഉണ്ടാവും കണ്ടിട്ടുണ്ടാവും. ഫഖാല ലി, അപ്പോൾ എന്നോട് എൻ്റെ ഉപ്പ പറഞ്ഞു, അത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു പറയാണ്, ഉമർ റളിയല്ലാഹു പറഞ്ഞു, തൊല്ലിഖ്ഹാ, നീ അവളെ തൊലാഖ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫഅബൈതു, ഞാനതിന് തയ്യാറായില്ല. പാപ്പ പറഞ്ഞു, ഞാനതിന് തയ്യാറായില്ല. ഫതഅ ഉമർ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക ലഹു, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്തു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തൊല്ലിഖ്ഹാ, നീ അവളെ തൊലാഖ് ചെയ്യുക എന്ന് പറയുകയുണ്ടായി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, വേറെയും ഹദീസുകളുണ്ട്, വേറെയും ധാരാളം ഹദീസുകളുണ്ട്. ഉമ്മയോ ഉപ്പയോ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ തൊലാഖ് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹദീസുകളുണ്ട്. എന്നാൽ അതിനെ മനസ്സിലാക്കേണ്ട യഥാർത്ഥ ഒരു വശവുമുണ്ട്. ഉമ്മ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെയ്യണം എന്നല്ല സലഫുകൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്ന അബി യഅ്മുറുനി അൻ ഉതല്ലിക ഇംറഅതി, എൻ്റെ ഉപ്പ എന്നോട് എൻ്റെ ഭാര്യയെ തൊലാഖ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു.
ഖാല, അപ്പോ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ലാ തുതല്ലിഖ്ഹ, നീ തലാഖ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഖാല, അപ്പോ ഈ വ്യക്തി തിരിച്ചു ചോദിച്ചു, അലൈസ ഉമർ അമറ ഇബ്നഹു അബ്ദുല്ലാ അൻ യുതല്ലിഖ ഇംറഅതഹു, ഉമർ റളിയല്ലാഹു അൻഹു മകനോട് ത്വലാഖ് ചെയ്യാൻ പറഞ്ഞല്ലോ, അങ്ങനെ ത്വലാഖ് ചെയ്ത സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ അഹ്മദ് ബിൻ ഹംബൽ തിരിച്ചു പറഞ്ഞു, ഹത്താ യകൂന അബൂക മിസ്ല ഉമർ റളിയല്ലാഹു അൻഹു, നിന്റെ വാപ്പ ഉമർ റളിയല്ലാഹു അൻഹു പോലെ ആവട്ടെ, അപ്പ നമുക്ക് ചെയ്യാം. നിന്റെ വാപ്പ ഉമർ റളിയല്ലാഹു അൻഹു പോലെ ആവുമ്പോ അപ്പ അങ്ങനെ ചെയ്യാം. കാരണം ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടാവും. എല്ലാ വാപ്പമാരും അങ്ങനെ ആയിക്കോളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആവുമ്പോൾ അപ്പൊ ചെയ്യാന്ന് പറഞ്ഞു. ഇബ്നു തൈമിയ റഹിമഹുള്ളയോടും ഇതുപോലെ ചോദിക്കപ്പെട്ടപ്പോൾ ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞത്, ലാ യഹില്ലു ലഹു അയുതല്ലിഖഹ, ഒരിക്കലും ഉമ്മ ആവശ്യപ്പെട്ടു ത്വലാഖ് ചെയ്യാന്ന് വന്നപ്പോൾ പറഞ്ഞു അത് ത്വലാഖ് ചെയ്യൽ അനുവദനീയമല്ല. ബൽ അലൈഹി യബർറഹ, അവൻ ചെയ്യേണ്ടത് ഉമ്മാനോട് പുണ്യം ചെയ്യലാണ് ചെയ്യേണ്ടത്. വലൈസ തത്ലീഖു ഇംറഅതിഹി മിൻ ബിർരിഹ, ഭാര്യയെ ത്വലാഖ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഉമ്മാനോട് പുണ്യം ചെയ്യലാവുകയില്ല. ഇവിടെ രണ്ടുപേരുടെയും ഹക്ക്, ഉമ്മാനോടുള്ള ഹക്കും വീട്ടണം, ഭാര്യയോടുള്ള ഹക്കും വീട്ടണം. അതിൽ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കാണ് എത്തുക. അതിനുള്ള കാര്യങ്ങൾ അത് ഓരോ വ്യക്തികൾക്കും ഓരോ നാടിനും സാഹചര്യത്തിനും ചുറ്റുപാടിനും ഒക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മാത്രം. ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാനെ ഉപദ്രവിക്കാനും പറ്റൂല, ഉമ്മാക്ക് വേണ്ടി ഭാര്യയോടുള്ള ഹക്ക് തടയാനും പാടില്ല. ആ വിഷയത്തിലുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മാതാപിതാക്കൾ അവരുടെ ദുആ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് മുസ്തജാബാണെന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. സലാസു ദഅവാത്തിൻ യുസ്തജാബു ലഹുൻ ലാ ശക്ക ഫീഹിൻ, ഒരു സംശയമില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ദുആയിൽപ്പെട്ടതാണ് ദഅവത്തുൽ വാലിദി ലിവലദിഹി, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്നുള്ളത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ ചീത്ത വിളിക്കരുത്. അതിൽ എന്തും പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ മാതാപിതാക്കളെയും ചീത്ത വിളിക്കരുത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിനൽ കബായിരി ശത്മു റജുലി വാലിദൈഹി, വൻപാപത്തിൽപ്പെട്ടതാണ് ഒരാൾ അവന്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുക, വൃത്തികേടുകൾ പറയുക, ചീത്ത വിളിക്കുക എന്നുള്ളത്. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വഹൽ യശ്തിമു റജുലു വാലിദൈഹി, ഒരാൾക്ക് എങ്ങനെയാണ് ഉമ്മാനും ഉപ്പാനും ചീത്ത വിളിക്കാൻ പറ്റുക? അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം യസുബ്ബു അബർ റജുൽ, അതെ, അവൻ വേറൊരാളുടെ വാപ്പാനെ ഉമ്മാനെ എന്ത് പറയും? എന്തിനും ചീത്ത വിളിക്കും. ഫയസുബ്ബു അബാഹു, അപ്പൊ അവൻ തിരിച്ചവന്റെ വാപ്പാനെ ഉമ്മാനും ചീത്ത വിളിക്കുന്ന, വയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു, അവന്റെ ഉപ്പാനെ ഒക്കെ ചീത്ത വിളിക്കുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് വേറൊരാളെ കൊണ്ട് നമ്മുടെ വാപ്പാനെയും ഉമ്മാനെയും ചീത്ത വിളിക്കുന്ന രീതിയിലുള്ള സംസാരം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അവസാനമായിട്ട് മാതാപിതാക്കളുടെ മരണശേഷവും അവർക്ക് ചെയ്യുന്ന പുണ്യത്തിൽപ്പെട്ടതാണ് അവർക്ക് വേണ്ടി ധാരാളം മഗ്ഫിറത്തിന് ദുആ ചെയ്യുക എന്നുള്ളത്. നബിമാരുടെ പ്രാർത്ഥനകളിൽ വന്നിട്ടുള്ള കാര്യമാണ് റബ്ബി ഗ്ഫിർലി വലിവാലിദൈ, റബ്ബേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു നൽകണേ എന്നുള്ളത് നൂഹ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും എല്ലാം പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറ എന്നുള്ള ദുആ ചെയ്യുക എന്നുള്ള, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, മൻ സല്ല സ്വലവാത്തിൽ ഖംസ ഫഖദ് ശക്കറ ലില്ലാഹ്, ആരെങ്കിലും 5 വക്ത് നിസ്കാരം നിർവഹിച്ചാൽ അവൻ അല്ലാഹുവിന് നന്ദി കാണിച്ചു. വമൻ ദഅാ ലിവാലിദൈഹി ഫഖദ് ശക്കറ ലഹുമാ, ആരെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അവരോടുള്ള നന്ദിയാണ്. അവർ ജീവിച്ചിരിക്കുമ്പോഴും ദുആ ചെയ്യണം, മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് അവർക്കുള്ള പുണ്യം ചെയ്യുന്നതിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ നിലക്കുള്ള എല്ലാ മേഖലയിലും നാം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സലഫുകൾ എങ്ങനെയാണത് ചെയ്തിരുന്നത്, അവരെങ്ങനെയൊക്കെയാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തിരുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇതുപോലെ ധാരാളം സലഫുകൾ അസറുകൾ കിതാബുകളിൽ ചില ബാബുകളായിട്ട് കൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തിരുന്ന ധാരാളം കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്നുറപ്പാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ മഹത്തായ സ്ഥാനം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ വലായത്ത് ലഭിക്കുന്ന, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, നമ്മുടെ ദീനിലും ദുനിയാവിലും പരലോകത്തിലും എല്ലാ മേഖലയിലും ബറക്കത്ത് ലഭിക്കാവുന്ന പ്രധാനപ്പെട്ട ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്. ഇതിനെതിരുമാണ് അവരെ ഉപദ്രവിക്കുക എന്നുള്ളത്.
അവരെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു ബറക്കത്തും ഒരു ഖൈറും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കില്ല. മാത്രമല്ല ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് അവരെ ഉപദ്രവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതിൻ്റെ പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കുക, അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കുക. എന്തെങ്കിലും കുറവുകൾ വരുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക. അതൊരു കുറവാണ്, തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ തേടുക. മാതാപിതാക്കളെ പുണ്യം ചെയ്യുന്ന, അവരോടുള്ള ഹക്കുകൾ വീട്ടി കൊടുക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.